ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ഭസ്മോദ്ധൂളിതവിഗ്രഹം വരദചിന്മുദ്രാധരം സുന്ദരം കാഷായാംബരധാരിണം ഗളതലേ രുദ്രാക്ഷമാലാന്വിതം ബ്രഹ്മാനന്ദസുഖപ്രശോഭിതമുഖം വീരാസനെ സംസ്ഥിതം ശ്രീരാമാനന്ദയതീശ്വരം ഗുരുവരം ഭൂയോ നമസ്യാമ്യഹം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ സദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. അമൃതസ്വരൂപികളായ ഭക്തജനങ്ങളെ, എത്രയും ആരാധ്യരായ സന്യാസി ശ്രേഷ്ഠന്മാരായ ഗുരുജനങ്ങളെ, ഭാഗവത സത്രസമിതി പ്രവർത്തകരെ, എല്ലാവർക്കും ഭാരതീയ സനാതന സംസ്കൃതിയുടെയും മഹത്തായ സന്യാസ ആശ്രമ പാരമ്പര്യത്തിൻ്റെയും പേരിൽ അനേക കോടി നമസ്കാരങ്ങൾ അർപ്പിക്കുകയാണ്. ഈ അംശത്തിൽ ശ്രീമദ് ഭാഗവതത്തിലെ സപ്തമസ്കന്ധത്തിൽ 11 മുതൽ 15 വരെ വരുന്ന ഭാഗങ്ങളിൽ ഭഗവാൻ ശ്രീ നാരദ മഹർഷി ജനസമുദായത്തിന് ഉപകാരപ്രദമായ വണ്ണം ഉപദേശിച്ചിട്ടുള്ള വർണ്ണാശ്രമധർമ്മങ്ങളെ സാമാന്യമായിട്ട് ചിന്തിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മനുഷ്യ സമുദായത്തിന് വർണ്ണാശ്രമധർമ്മങ്ങൾ അവരുടെ സാധനാ പദ്ധതിയിൽ എങ്ങനെ പ്രയോജനപ്രദമാണ്, ഏതേതൊക്കെ ധർമ്മങ്ങളെ ഏതേതൊക്കെ കാലങ്ങളിൽ ഓരോ വർണ്ണാശ്രമങ്ങളിലുമുള്ളവർ ആചരിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. ധർമാനുഷ്ഠാനം കൊണ്ട് മനുഷ്യന് മനഃശുദ്ധി ഉണ്ടാകും. അതുകൊണ്ടാണ് ധർമ്മം ആചരിക്കണമെന്നും അധർമ്മം ആചരിക്കരുതെന്നും പറയുന്നു. ധർമാചരണമാണ് സനാതന വിശ്വാസികളുടെ പ്രധാനമായ കർത്തവ്യം. മഹത്തായ ധർമ്മത്തെ ആചരിക്കുകയും അതനുഷ്ഠിച്ച് മനഃശുദ്ധിയും അതുവഴി ഭക്തിയും ജ്ഞാനവും മുക്തിയും സമ്പാദിക്കുന്നതിനുള്ള മാർഗമാണ് സനാതനധർമ്മികൾക്ക് നമ്മുടെ പൂർവ്വസൂരികളായിരിക്കുന്ന ഋഷീശ്വരന്മാർ പകർന്നു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഹിന്ദുക്കളുടെ ജീവിതം ആചാരവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമാണ്. ഓരോരോ കാലത്തും ഓരോരോ ധർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നത് വഴിയാണ് ഹിന്ദുക്കൾ അവരുടെ ജീവിതം പൂർണ്ണമാക്കി തീർക്കേണ്ടത്. അതിന് ഏതൊക്കെ കാലത്ത് ഏതുവിധമായിരിക്കുന്ന ധർമ്മങ്ങളെ അനുഷ്ഠിക്കണം, ആചരിക്കണം, നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്ന് ആചാര്യന്മാർ പഠിപ്പിക്കുന്നു. അതിനുവേണ്ടി മനുഷ്യരാശിയെ അവരുടെ ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിൽ
ജീവിതശൈലിയുടെ അടിസ്ഥാനത്തിൽ വർണ്ണാശ്രമ ഭേദങ്ങളെ നിരൂപിച്ചിട്ടുണ്ട്. ധർമ്മം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. ധർമ്മത്തെ ആചരിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്താണ് ധർമ്മം എന്ന് ആദ്യം നിരൂപിക്കാം. വേദങ്ങളിൽ പറയപ്പെടുന്ന ഇഷ്ടകാര്യങ്ങളെ സാധിക്കുന്നതിന് വേണ്ടി അനുഷ്ഠിക്കുന്ന ആചാരങ്ങളെ ധർമ്മമെന്ന് പറയും. അനിഷ്ടമായ കാര്യങ്ങളെ ആചരിക്കുകയാണെങ്കിൽ അത് അധർമ്മവുമായി. അതുകൊണ്ട് ഒന്ന് ആചാരത്തിൻ്റെയും മറ്റൊന്ന് ദുരാചാരത്തിൻ്റെയും പന്താവുകളാകുന്നു. അപ്പോൾ ധർമ്മത്തെ അനുഷ്ഠിക്കണം, അധർമ്മത്തെ അനുഷ്ഠിക്കരുത് എന്നാണ് വേദത്തിൻ്റെ സാരം. വേദങ്ങൾ പ്രമാണമാക്കിയിട്ടുള്ളതാണ് സനാതനധർമ്മികളുടെ എല്ലാവിധമായിരിക്കുന്ന ശാസ്ത്ര ഗ്രന്ഥങ്ങളും. സനാതന വിശ്വാസികളുടെ നിത്യാചാര അനുഷ്ഠാന പദ്ധതികളിൽ ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും വേദപ്രാമാണ്യമുണ്ട്. ആ വേദപ്രാമാണ്യത്തെ അനുസരിച്ചിട്ടാണ് പിന്നീട് നിത്യജീവിതത്തിന് ഉപകരിക്കത്തക്ക രീതിയിലുള്ള നിയമസംഹിതകളും സ്മൃതികളും മറ്റ് ശാസ്ത്രവിഭാഗങ്ങളും അറിവുള്ളവരായ ആചാര്യന്മാർ രചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അറിവുള്ളവരായ ആചാര്യന്മാർ ശാസ്ത്രമായി കൽപ്പിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളും നമുക്ക് പ്രമാണങ്ങളാണ്. പ്രമാണമില്ലാത്തതായ കാര്യങ്ങൾ, അപ്രമാണങ്ങളായിരിക്കുന്ന കാര്യങ്ങൾ ആചരിച്ചാൽ അത് ദുരാചാരവും അധർമ്മവുമാകുന്നു എന്ന് 15-ാം അധ്യായത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഈ 5 അധ്യായങ്ങൾ അവസാനിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ശാസ്ത്ര പ്രമാണം ഉള്ളത് മാത്രമേ സനാതനധർമ്മികൾ ആചരിക്കാവുള്ളൂ എന്നാണ് പ്രധാനമായിട്ടും. അതിന് പ്രധാനമായിട്ടും മനുഷ്യന് വിശേഷധർമ്മങ്ങളും ജീവിതമാർഗമായി തീരുന്ന ആപദ്ധർമ്മങ്ങളുമുണ്ട്. ആപദ്ധർമ്മങ്ങൾക്ക് ഒരുപക്ഷെ പ്രമാണമുണ്ടാവുകയില്ല, പക്ഷെ വിശേഷധർമ്മങ്ങൾക്ക് മാത്രമേ പ്രമാണമുണ്ടാവുകയുള്ളൂ. വിശേഷമായിട്ട് നമ്മൾ ജീവിതത്തിൽ ഇന്നത് ചെയ്യണം എന്ന് ശാസ്ത്രം അനുശാസിക്കുന്നുണ്ട്. എന്നാൽ ശാസ്ത്രത്തിൻ്റെ രീതിക്ക് അനുസൃതമല്ലാത്ത ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അതെങ്ങനെ നമ്മൾ തരണം ചെയ്യും എന്നുള്ളത് അതുവരെയുള്ള ശാസ്ത്ര അഭ്യാസത്തിലൂടെ നമുക്കുണ്ടായ പരിചയ സമ്പത്ത് കൊണ്ടാണ് നാം ചെയ്യേണ്ടത്. അതുവരെയും ശാസ്ത്രത്തിന് അനുസൃതമായി ജീവിച്ച പ്രവർത്തിച്ച ഒരു സാധകന്, ഒരു വ്യക്തി, ഒരു ഭക്തന്, ഒരു ധർമാചാര തൽപരന് അവൻ ആപദ്ധർമ്മമായിട്ട് അനുഷ്ഠിക്കുന്നതിലും തെറ്റുവരികയില്ല. സ്വാഭാവികമായി ആപദ്ധർമ്മം ജീവിതമാർഗമായിട്ട് പെട്ടെന്ന് അനുഷ്ഠിക്കേണ്ടി വന്നാലും പിന്നീട് അതിന് അന്വേഷിക്കുമ്പോൾ ശാസ്ത്രത്തിൻ്റെ പ്രമാണത്വം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിലാദ്യമായിട്ട് പറയുന്ന വർണ്ണാശ്രമധർമ്മങ്ങളിലെ ആദ്യമായിട്ട് ചാതുർവർണ്ണീയ വ്യവസ്ഥയെ പറ്റിയിട്ടാണ് പറയുന്നത്. ധാരാളം കോലാഹലങ്ങൾ ലോകത്ത് മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിലെ ചാതുർവർണ്ണീയ വ്യവസ്ഥ. അന്ന് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, അവൻ്റെ കർമ്മത്തിലൂടെ മനസ്സിനെ ശുദ്ധിയാക്കുന്നതിനും അതിലൂടെ ഭക്തിയും ജ്ഞാനവും മുക്തിയും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഓരോ മനുഷ്യനും അവരുടേതായ ഗുണങ്ങൾക്കനുസൃതമായ കർമ്മങ്ങളെ അനുഷ്ഠിച്ച് പരമമായ വിദേഹ കൈവല്യ പ്രാപ്തിയെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഋഷീശ്വരന്മാർ മനുഷ്യ രാശിയെ അവരുടെ ഗുണത്തിനും കർമ്മത്തിനുമനുസരിച്ച് 4 തിരിച്ച് ചാതുർവർണ്ണ്യം വ്യവസ്ഥ ഉണ്ടാക്കി. ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ചാതുർവർണ്ണ്യം എന്നത് എന്നാൽ തന്നെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്.
അത് ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിലാണെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് സമൂഹത്തിൽ വളരെയേറെ, സമുദായത്തിൽ വളരെയേറെ കോലാഹലങ്ങൾ ഉണ്ടാക്കുകയും അത്തരം ഗ്രന്ഥങ്ങൾ പരാമർശിക്കുന്നതൊക്കെ ചുട്ടുകരിക്കുകയും ഒക്കെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. എന്നാൽ പിന്നീടുണ്ടായിട്ടുള്ള ആളുകളാകട്ടെ ചാതുർവർണ്ണ്യത്തെ വിട്ടിട്ട് ഓരോ വർണ്ണ്യത്തെയും അനേക ശാഖകളും അനേക മതങ്ങളും അനേക ജാതികളും ഉപജാതികളും ഒക്കെ ആക്കി ഇപ്പോൾ നമ്മുടെ മത സമുദായ പട്ടിക ഗസറ്റ് പ്രഖ്യാപിക്കുന്നതിൽ ആയിരക്കണക്കിന് മതങ്ങളാണ്, ആയിരക്കണക്കിന് ജാതികളാണ്. അതൊക്കെ അനുസരിച്ചിട്ട് സാമ്പത്തിക സംഭരണം, പല സാമ്പത്തിക സഹായങ്ങൾ, സീറ്റുകൾ എല്ലാം ഉണ്ട്. അപ്പോൾ നാലായിട്ട് വിഭജിച്ച് നമ്മുടെ ഋഷിമാരെ കുറ്റം പറയുകയും എന്നിട്ട് അവര് സമൂഹം അനേകായിരങ്ങളായിട്ട് വിഭജിച്ചുകൊണ്ട് സമൂഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. അതൊന്നും ഗുണത്തിൻ്റെയോ കർമ്മത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല, വെറും പച്ചയായ രാഷ്ട്രീയത്തിൻ്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ എന്നുള്ള ഖേദകരമായ അവസ്ഥയും നമ്മുടെ മുമ്പിലിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ ചാതുർവർണ്ണ്യ വ്യവസ്ഥയെപ്പറ്റി നമുക്ക് വിചാരം ചെയ്യാം. അതിൽ യാതൊരു വിധമായിരിക്കുന്ന കുറവും നമുക്കില്ലതാണ്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രഭേദങ്ങളിലാണ് ചാതുർവർണ്ണ്യ വ്യവസ്ഥ ഉണ്ടായിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നാൽ ഓരോരുത്തരുടെയും അവരവരുടേതായിരിക്കുന്ന കർമ്മങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യരും സാമാന്യേന ഒന്നാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. മനുഷ്യരെല്ലാവരും ഒന്നാണ്. അവർക്ക് കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് അതെല്ലാം ഒരുപോലെയാണ്. എല്ലാവരും ഇതേ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന വിഷയങ്ങളും ഒന്നാണ് എന്നൊക്കെ പറയുന്നുണ്ടേ എങ്കിലും വിശേഷാൽ ഇവിടെ ഇരിക്കുന്നവരെല്ലാം സാമാന്യേന എല്ലാവരും മനുഷ്യഗണത്തിൽ പെടുന്നുവെങ്കിലും വിശേഷേണ ഓരോ മനുഷ്യരിലുമുള്ള സത്വം, രജസ്, തമസ് ഈ ഗുണങ്ങളും അനേക ജന്മജന്മാന്തരങ്ങളിലൂടെ അവർക്കുണ്ടായിരിക്കുന്ന വാസനകളും സംസ്കാരങ്ങളും അവരുടെ പാരമ്പര്യവും അവരുടെ അറിവുകളും സ്വഭാവവും നിത്യജീവിതത്തിന് നാം ചെയ്തുകൊണ്ടിരിക്കുന്നതായ കർമ്മങ്ങളും ഒക്കെ വിഭിന്നങ്ങളാണ്. അപ്പം ഇവിടെ സന്യാസിമാരായിരിക്കുന്ന ആളുകൾ ഇരിപ്പുണ്ട്, ഗൃഹസ്ഥന്മാരായിരിക്കുന്ന ആളുകളുണ്ട്, അമ്മമാരുണ്ട്, കുട്ടികളുണ്ട്. ഭാഗവതം പറയുന്നത് ഭക്തന് ഭക്തിയും വിരക്തിയും അതുവഴി ജ്ഞാനവും ഒക്കെ ഉണ്ടാകുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭക്തിജ്ഞാന വൈരാഗ്യാദികൾ അതുവഴി മുക്തിക്ക് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഭാഗവതം കേൾക്കുന്നത്. ഭാഗവതത്തിൻ്റെ അവസാനം തന്നെ ഇതാണ്: ശ്രവണ മാത്രയിൽ തന്നെ വിദേഹ കൈവല്യപ്രാപ്തി പരിഷിത്തിനുണ്ടായി. അതാണ് ഭാഗവതത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം തന്നെ, ശ്രവണം കൊണ്ട് തന്നെ. അപ്പം ഇവിടെ ഇരിക്കുന്ന ഭക്തന്മാർ പലതരത്തിലുള്ള സാധനകൾ അനുഷ്ഠിക്കുന്നവരായി മുക്തിക്ക് വേണ്ടി നമ്മൾ പറയണമല്ലോ, അല്ലെങ്കിൽ ശരിയല്ല. നമ്മൾക്ക് ഉറപ്പിച്ച് പറയണം മുക്തിക്ക് വേണ്ടി. അപ്പം ഭക്തി സാധന, കർമ്മമാർഗം, ജ്ഞാനമാർഗം, യോഗസാധന, ഉപാസന പലതും അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഈ തത്വപ്രവചനമാണ്, ശുദ്ധമായിരിക്കുന്ന ആധ്യാത്മിക തത്വത്തെ പ്രതിപാദിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ വർണ്ണാശ്രമ ധർമ്മ ഭേദങ്ങളില്ല, ഇല്ലേ? എല്ലാവരും ഒന്നുപോലെ. ബ്രാഹ്മണനില്ല, ക്ഷത്രിയനില്ല, വൈശ്യനില്ല, ശൂദ്രനില്ല, എല്ലാവരും ഒന്ന്. അടുത്ത വടിയിൽ കൂടെ നടന്നാലോ ആശ്രമഭേദങ്ങളുമില്ല. മുക്തനായ ജീവൻ മുക്തനായിരിക്കുന്ന ജ്ഞാനിക്ക് വർണ്ണാശ്രമധർമ്മ ഭേദങ്ങളില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ വിഷയം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് അല്പം കൂടെ താഴേക്ക് നമ്മൾ ചിന്തിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ആചാരത്തിൽ അധിഷ്ഠിതമാണ് ജീവിതം. കർമ്മങ്ങൾ ചെയ്യാതെ ഒരിക്കലും ചിത്തശുദ്ധി വരികയില്ല. ചിത്തശുദ്ധി വരാതെ നമുക്കൊരിക്കലും പരമമായിരിക്കുന്ന ജ്ഞാനം ഉണ്ടാവുകയില്ല. നമ്മൾ ആത്മാവാണ്, ബ്രഹ്മമാണ് എന്ന് നമ്മളിങ്ങനെ പുസ്തകങ്ങളൊക്കെ പഠിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആത്മാവായിരിക്കും,
പക്ഷേ നമുക്ക് ആത്മാവാണ് എന്നുള്ള അറിവുണ്ടാവുകയില്ല. അതിന് ചിത്തശുദ്ധി ഉണ്ടാകണം. ചിത്തശുദ്ധിക്ക് നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ആ കർമ്മങ്ങൾ എങ്ങനെയായിരിക്കണം? വിഹിത കർമ്മങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത്. സ്വധർമ്മത്തെയാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. പരധർമ്മത്തെ നമ്മൾ അനുഷ്ഠിക്കുവാൻ പാടില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, സ്വധർമ്മം അനുഷ്ഠിക്കുന്നതാണ് ശ്രേഷ്ഠമായിട്ടിരിക്കുന്നത്, പരധർമ്മത്തെ ഒരിക്കലും അനുഷ്ഠിക്കരുത്. പരധർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാശമുണ്ടാകും എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഏത് വിഭാഗത്തിൽ പെടുന്നു. അപ്പം ഇവിടെ ഇരിക്കുന്നവർ തന്നെ തീർച്ചപ്പെടുത്തണം, ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, വൈശ്യനാണോ, ശൂദ്രനാണോ, ബ്രഹ്മചാരിയാണോ, ഗൃഹസ്ഥനാണോ, വാനപ്രസ്ഥനാണോ, സന്യാസിയാണോ എന്ന് ഓരോരുത്തരും നിശ്ചയിക്കണം. പലർക്കും നിശ്ചയമില്ല, ഞാൻ ഏത് ആശ്രമത്തിലാണ്, ഞാൻ ഏത് വർണ്ണത്തിൽപ്പെടുന്നയാളാണ് എന്നിരിക്കുന്നു. എന്താണ്? ബാഹ്യമായിരിക്കുന്ന ഒരാളിൻ്റെ രൂപഭേദങ്ങളെ കൊണ്ട് വർണ്ണാശ്രമത്തെ നിശ്ചയിക്കുവാൻ സാധിക്കുകയില്ല. ഇപ്പം കാവ്യൊക്കെ എടുത്ത് ധർമാനന്ദ എന്നൊക്കെ പേരൊക്കെ ഇട്ട് ഒരാൾ വരുന്നു, അത് സന്യാസിയാണോ? അപ്പോൾ ബാഹ്യമായിരിക്കുന്ന രൂപഭേദങ്ങളെ കൊണ്ട് ഒരാളെ നിർവചിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. മഹാമനീഷികളായിരിക്കുന്ന സിദ്ധപുരുഷന്മാർ അവർ പല വേഷത്തിലും ലോകത്തിൽ അവർ വ്യവഹരിക്കും. ഇതിൻ്റെ ഭാഗത്ത് പറയുന്നുണ്ട്. അവർ ഉന്മത്തന്മാരെ പോലെ, ഭ്രാന്തന്മാരെ പോലെ സമൂഹത്ത് നടക്കും. മുഷിഞ്ഞ വേഷങ്ങൾ അവർ ധരിച്ചെന്നിരിക്കും, ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചെന്നിരിക്കും. അവർ ഓടുകയോ ചാടുകയോ ഭ്രാന്തന്മാരെ പോലെ പെരുമാറുകയോ ചെയ്യും. നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയില്ല. അപ്പോൾ ഓരോ സാധകനും തൻ്റെ വർണ്ണത്തെയും ആശ്രമത്തെയും നിശ്ചയിച്ചുകൊണ്ട് അതിന് അനുസൃതമായിരിക്കുന്ന ധർമ്മത്തെ ആചരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ സാമാന്യേന എന്താണ് ഈ ധർമ്മങ്ങൾക്കൊക്കെ പ്രമാണം എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 4 വേദങ്ങളാണ് ധർമ്മത്തിന് പ്രമാണമായിരിക്കുന്നത്. ഋഗ്, യജുസ്, സാമം, അഥർവം എന്നീ 4 വേദങ്ങളെ പ്രകാശിപ്പിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാന്റെ വാക്കുകൾ എവിടെയെല്ലാം ഉണ്ടോ ആ വാക്കുകളെല്ലാം നമുക്ക് ആ പ്രമാണങ്ങളാണ്. അതുപോലെ തന്നെ തുടർന്ന് വന്നിരിക്കുന്നതായ സ്മൃതി ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ വേദത്തിലെ ആശയങ്ങളെ പ്രതിപാദിക്കുന്ന പുരാണങ്ങൾ, അവയെ ആസ്പദപ്പെടുത്തി ജീവിതം ഇവിടെ നയിച്ച് പരമപദപ്രാപ്തി പ്രാപിച്ചിട്ടുള്ള പുരുഷന്മാരുടെ ചരിതങ്ങൾ, ഇതിഹാസങ്ങൾ, അതിനെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയിട്ടുള്ള ശാസ്ത്രഗ്രന്ഥങ്ങൾ എല്ലാം നമുക്ക് പ്രമാണങ്ങളാണ്. ഇനി ധർമാചാരണം കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം എന്നാണ് ഉണ്ടാകുന്നത്. ധർമാചരണം കൊണ്ട് ക്രമമായിട്ട് നമുക്ക് ചിത്തശുദ്ധിയും വിഷയവൈരാഗ്യവും ജ്ഞാനവും അതുവഴി മുക്തിയും ഉണ്ടാകുമെന്നാണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് മനുഷ്യരാശി ആചരിക്കേണ്ടതായ ധർമ്മങ്ങൾ? സാമാന്യേന 4 വർണ്ണത്തിലുള്ളവരും സാമാന്യ ധർമ്മങ്ങളെ ആചരിച്ചേ പറ്റത്തുള്ളൂ. വിശേഷധർമ്മങ്ങൾ ഓരോ വിഭാഗത്തിനും ഇന്നതെന്ന് പറയുന്നുണ്ട്. എങ്കിലും ആദ്യം സാമാന്യ ധർമ്മങ്ങളെ ആചരിക്കണം. അത് പറയുകയാണ് നാരദ മഹർഷിയുടെ വാക്കുകളിലൂടെ. സത്യം, ദയാ, തപശൗചം, തിതിക്ഷേക്ഷ, ശമോദമഃ, അഹിംസ, ബ്രഹ്മചര്യം ച, ത്യാഗ, സ്വാധ്യായ, ആർജവം, സന്തോഷ, സമദൃക്സേവ, ഗ്രാമ്യേഹോ പരമശനേഹി, നൃണാം വിപരീയേ ഹേഷ, മൗനമാത്മവിമർശനം തുടങ്ങി സാമാന്യേന മനുഷ്യരാശിക്ക് ഉണ്ടായിരിക്കേണ്ടതായ 30 ധർമ്മങ്ങളാണ് സത്യം, ദയ, തപസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൂടെ പറയുന്നത്.
അതോടൊപ്പം നമ്മുടെ മനഃശുദ്ധിക്ക് വേണ്ടിയിട്ട് കൂടുതൽ സഹായിക്കുന്ന ഈശ്വര കഥകളെ നമ്മൾ ശ്രവിക്കുകയും ആ ഈശ്വരനാമത്തെ നമ്മൾ കീർത്തിക്കുകയും സദാ ഈശ്വരനെ സ്മരിക്കുകയും ഈശ്വര സേവ ചെയ്യുകയും തുടങ്ങിയിട്ടുള്ളതായ കർമ്മങ്ങളെയും മനുഷ്യൻ്റെ ധർമ്മങ്ങളായിട്ട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ വേദത്തെ പരമഗുരുവായിട്ടും പരമസ്വരൂപമായിട്ടും ഭഗവാനെ കൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഭഗവാന് ചെയ്യുന്ന ഭഗവാനെക്കുറിച്ചിട്ടുള്ള കീർത്തനങ്ങളും ശ്രവണങ്ങളും ഈശ്വര പൂജയും എല്ലാം തന്നെ മനുഷ്യരാശിയുടെ ധർമ്മമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കും. അപ്പം മനുഷ്യൻ്റെ വ്യക്തി ജീവിതത്തിന് ഗുണകരമായിരിക്കുന്ന സത്യം, ദയ, തപസ്, ശൗചാദികളും കർമ്മങ്ങളും നിത്യാനുഷ്ഠാന കർമ്മങ്ങളും അതുപോലെ മാനസികപരമായിട്ട് അവനുണ്ടാകേണ്ടതായിരിക്കുന്ന സന്തോഷം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇഷ്ടകർമ്മങ്ങൾ, പൂർത്തകർമ്മങ്ങൾ, അതായത് ലോകസേവനത്തിന് ഉതകുന്നതായ കർമ്മങ്ങൾ, ഇവയെല്ലാം സാമാന്യേന ധർമ്മം. അതോടൊപ്പം ഈശ്വര സാക്ഷാത്കാരത്തിന് ഉപകരിക്കുന്നതായ കർമ്മങ്ങളും ധർമ്മങ്ങളായിട്ടാണ് പറയുന്നത്. ഇവ ആചരിക്കേണ്ടതാണ്. അങ്ങനെ ഈ പറഞ്ഞ 30 ധർമ്മങ്ങൾ സാമാന്യേന ആചരിക്കണമെന്നാണ്. അത് സത്യം, ദയ, തപസ്, ശൗചം, തിതിക്ഷ, ഈക്ഷ, ശമം, ദമം, അഹിംസ, ബ്രഹ്മചര്യം, ത്യാഗം, സ്വാധ്യായം, ആർജവം, സന്തോഷം, മഹസേവ, പ്രവൃത്തിമാർഗ നിവൃത്തി, വിപരീത ഫലപ്രാപ്തി ചിന്തനം, മൗനം, ആത്മാനുസന്ധാനം, അന്നാദി വിഭജനം, പ്രാണികളിൽ ആത്മബുദ്ധി, വിശേഷിച്ചും മനുഷ്യരിൽ പരമാത്മദർശനം ഉണ്ടാകുന്നതിനുള്ള പ്രവൃത്തികൾ, അതോടൊപ്പം തന്നെ ഈശ്വരനിൽ ഭക്തി ഉണ്ടാകുന്നതിനുള്ള ശ്രവണം, കീർത്തനം, സ്മരണം, സേവ, പൂജ, നമസ്കാരം, ദാസ്യം, സഖ്യം, ആത്മസമർപ്പണം, ഈ 9 ഗുണം. ഈ 21ഉം 9ഉം ചേർന്ന 30 ഗുണങ്ങളാണ് മനുഷ്യർക്ക് ധർമാനുഷ്ഠാനത്തിനുള്ള ശ്രേയോമാർഗമായിട്ടുള്ളത്. ഇത് ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും എല്ലാവരും 4 വർണ്ണത്തിലുള്ളവരും ആചരിക്കണം. ഇതിനെ ഉത്തമധർമ്മങ്ങളായിട്ടാണ് കരുതുന്നത്. ഈ 21ഉം 9ഉം 30 ആരെങ്കിലും ചോദിച്ചാൽ വെറുതെ 30 എന്നുള്ള സംഖ്യയിൽ ഓർത്തിരിക്കുക. ഹിന്ദുക്കൾക്ക് ഇപ്പോൾ സാമാന്യേന സ്വധർമ്മത്തെ പറ്റി അറിയത്തില്ല, പരധർമ്മത്തെപ്പറ്റി നല്ലവണ്ണം അറിയുകയും ചെയ്യാം. വലിയൊരു മീറ്റിംഗ് കൂടി ഇസ്ലാം മതത്തിൽപ്പെട്ടവരോ കുട്ടികളെ നമ്മൾ വിളിച്ചിട്ട് ഖുറാനിലെ ഒരു സൂക്തം ഉച്ചരിക്കുവാൻ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ചൊല്ലും. ക്രിസ്തു മതത്തിൽപ്പെട്ട കുട്ടികളെ വിളിച്ചിട്ട് ബൈബിളിലെ മത്തായിയുടെ സുവിശേഷം 4-ാം വാക്യം പറഞ്ഞാൽ വൃത്തിയായിട്ട് പറയും. ഒരു സനാതന ധർമ്മ വിശ്വാസിയായ കുടുംബത്തിലെ ഒരു കുട്ടിയെ വിളിച്ചിട്ട് ഏതെങ്കിലും ഒരു ശ്ലോകം ചൊല്ലുക, അല്ലെങ്കിൽ ഭഗവത്ഗീതയിലെ ഏതെങ്കിലും ഒരു ശ്ലോകം ചൊല്ലുക, അല്ലെങ്കിൽ 4 വേദത്തിൽ ഏതെങ്കിലും ഒരു വേദത്തിലെ ഒരു വാക്ക് പറയുക, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തത്വം പറയാൻ പറഞ്ഞാൽ മിണ്ടുകയില്ല, അറിയില്ല. അപ്പോൾ അറിയാൻ പാടില്ലാത്തവരായിട്ട് നമ്മൾ മാറിയിരിക്കുന്നു. അത് നമ്മുടെ ധർമ്മത്തിലെ നാം ചെയ്ത ഒരു തെറ്റാണ്. അപ്പോൾ വേദം പഠിക്കുക, ശാസ്ത്രം പഠിക്കുക, അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് പ്രധാനമായിട്ടും ബ്രാഹ്മണധർമ്മമാണ്. ബ്രാഹ്മണരുടെ ധർമ്മമാണ് യാഗകർമ്മങ്ങൾ ചെയ്യുക. വേദം പഠിച്ചെങ്കിൽ മാത്രമേ അതനുസരിച്ചിട്ട് യാഗകർമ്മങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. വേദം പഠിച്ചവരായിരിക്കണം യാഗകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. ദേവനെ ഉദ്ദേശിച്ചുകൊണ്ട് ദ്രവ്യത്തെ ത്യജിക്കുന്നതാണ് യാഗം. ദേവതോദ്ദേശേന ദ്രവ്യത്യാഗ യാഗ എന്നാണ്. വേദം പഠിക്കണം, അത് പുതിയ തലമുറയ്ക്ക് വേണ്ടി പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ ദാനകർമാദികൾ അനുഷ്ഠിക്കണം. എങ്കിൽ മാത്രമേ ആ ബ്രാഹ്മണ ധർമ്മങ്ങളാകത്തുള്ളൂ. അതുപോലെ തന്നെ നിത്യജീവിതത്തിൽ ഞാൻ പറഞ്ഞു 2 രീതിയിലുണ്ട്. നിത്യജീവിതത്തിൽ ആപദ്ധർമ്മമായിട്ട് അനുഷ്ഠിക്കേണ്ടതുകൊണ്ട്,
സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടതുമുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അധ്യയനം ചെയ്യാം. ആപദ്ധർമ്മമായിട്ട് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ജീവിക്കുന്നതിന് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യണം. നാം എല്ലാം ജീവിക്കുന്നത് സുഖത്തിനു വേണ്ടിയിട്ടാണ്, ദുഃഖത്തിന് വേണ്ടിയിട്ട് ആരും ജീവിക്കുന്നില്ല. സുഖമുണ്ടാകണമേ എന്നാണ് എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സുഖസമ്പാദനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായും ചെയ്യുന്നത്, ഒന്ന്, സുഖത്തിനുള്ളതായിരിക്കുന്ന മാർഗത്തെ കണ്ടുപിടിക്കുക. രണ്ട്, സുഖത്തിന് തടസ്സം വരുന്നതായ മാർഗത്തെ നമ്മൾ നിരാകരിക്കുക, തടയുക. ഇതിനു വേണ്ടിയിട്ടാണ് സകല ശാസ്ത്രങ്ങളും പ്രവർത്തിക്കുന്നത്. ശാസ്ത്രമെന്ന് പറഞ്ഞാൽ തന്നെ ലക്ഷ്യത്തെ നേടുന്നതിനുള്ള ഉപായത്തെയാണ് ശാസ്ത്രമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശാസ്ത്രത്തിലൂടെ സുഖത്തെ സമ്പാദിക്കുവാൻ ശ്രമിക്കുന്നു. സാമാന്യേന എല്ലാവരും നമ്മൾ ഭൗതികമായ സുഖമാണ് നേടുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആധ്യാത്മിക ശാസ്ത്രവും ഭൗതിക ശാസ്ത്രവും ഉള്ളതിൽ ഭൗതിക ശാസ്ത്രത്തിന് നമ്മളെല്ലാം പ്രാധാന്യം കൊടുക്കുന്നു. നമ്മുടെ കുട്ടികളെയെല്ലാം നമ്മൾ കണക്കും സയൻസും IT-യും ഒക്കെ പഠിപ്പിക്കുന്നു. പക്ഷേ നമ്മൾ ആധ്യാത്മികത പഠിപ്പിക്കുന്നില്ല. എന്തിനാണ് ഈ കുട്ടികളെയെല്ലാം നമ്മൾ കോളേജിലും സ്കൂളുകളിലുമെല്ലാം വിട്ട് പഠിപ്പിക്കുന്നത്? അവരുടെ ജീവിതം സുഖമായിട്ടിരിക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്താണ് സുഖം? ഭൗതിക വിഷയങ്ങളിൽ നിന്ന് അവർക്കുണ്ടാകുന്ന ഇന്ദ്രിയ അനുഭവമാണോ സുഖം? അതെയോ നിത്യവും ശാശ്വതവുമായിരിക്കുന്ന ആനന്ദാനുഭൂതിയാണോ സുഖം എന്ന് നമ്മുടെ കുട്ടികൾക്കറിയത്തില്ല, നമുക്കും അറിയത്തില്ല. അപ്പോൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നതെല്ലാം ഭൗതികമായ വിഷയസുഖങ്ങൾ അനുഭവിക്കുന്നതിനുള്ള ഉപായങ്ങളാണ്. അതിനാണ് നമ്മൾ ശാസ്ത്രമെന്ന് പറയുന്നത്. ആധ്യാത്മിക വിഷയവും ശാസ്ത്രമാണ് എന്ന് നമ്മുടെ തലമുറയ്ക്കറിയില്ല, കുട്ടികൾക്കറിയത്തില്ല. അപ്പോൾ ജീവിതത്തിൽ സുഖമുണ്ടാകണം. ആ സുഖമുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ധനം സമ്പാദിക്കണം. ആ ധനം സമ്പാദിക്കുന്നത് ധാർമ്മികമായ മാർഗത്തിലൂടെ ആയിരിക്കണം. അതിനുപകരിക്കുന്നതായ ഒരു ശാസ്ത്രം നമുക്ക് കൈമുതലായിട്ട് വേണം. ആ ശാസ്ത്രത്തെ പരിശീലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഭ്യാസങ്ങൾ നമ്മൾ നടത്തുന്നു. അങ്ങനെ അവർ പഠിച്ച് ജീവിതത്തിൻ്റെ ഭൗതികമായ പല മേഖലകളിൽ വിരാജിച്ചുകൊണ്ട് കർമ്മത്തെ അനുഷ്ഠിക്കുന്നു. പക്ഷേ ഒരിടത്തും എങ്ങനെയാണ് ജീവിതമെന്ന് പഠിപ്പിക്കുന്നില്ല. അതാണ് നമ്മുടെ കുറവ്. എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് മാത്രം നമ്മുടെ ഒരു സ്കൂളുകളിലും കലാശാലകളിലും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ജീവിതം പഠിപ്പിക്കാതെ, ജീവിതം എന്തെന്ന് പഠിപ്പിക്കാതെ, യഥാർത്ഥമായിരിക്കുന്ന സുഖം എന്തെന്ന് പഠിപ്പിക്കാതെ ജീവിക്കുവാനും സുഖം സമ്പാദിക്കുവാനുമുള്ള മറ്റ് ഭൗതിക മാർഗങ്ങളെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ബ്രാഹ്മണനായിട്ടിരിക്കുന്ന വ്യക്തിയും പരമമായ വേദത്തെ പഠിച്ചുകൊണ്ട് അതിൻ്റെ തത്വത്തെ ബോധിച്ചുകൊണ്ട് നിത്യമായ അനുഭൂതിയെ നേടുന്നതിനുള്ള സാധന അനുഷ്ഠിച്ചു പോകുമ്പോഴും ശരീരത്തെ നിലനിർത്തിയേ പറ്റത്തുള്ളൂ. ശരീരമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ധർമ്മസാധന ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ധർമ്മസാധനയ്ക്ക് നമുക്ക് ശരീരം ആവശ്യമാണ്. ഈ ശരീരം നശിച്ചു പോകുന്നതാണ്. ഈ ശരീരം കൊണ്ട് നമുക്ക് മുക്തി പ്രാപിക്കണം. മുക്തി പ്രാപിക്കുന്ന അത്രയും വരെയും നമുക്ക് ഈ ശരീരം നിലനിർത്തണം. അപ്പം ശരീരത്തെ നിലനിർത്തുന്നതിനാവശ്യമായിരിക്കുന്ന അന്നപാനാദികളും നമുക്ക് ആവശ്യമാണ്. ആ അന്നപാനാദികളെ നമ്മൾ ധാർമ്മികമായ മാർഗത്തിലൂടെ സമ്പാദിക്കണം. അപ്പം അതിനുവേണ്ടി ബ്രാഹ്മണർക്ക് ജീവിത മാർഗമായിട്ട് ചെയ്യാവുന്ന ചില കർമ്മങ്ങളുമുണ്ട്. അത് രണ്ടാമത് പറയുന്നു. എന്താണ്? അധ്യയനം, അധ്യാപനം, യജനം, യാചനം, ദാനം, പരിഗ്രഹം, ഇവയൊക്കെ അവർക്ക് അനുഷ്ഠിക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നത് വഴി അവർക്ക് അവരുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ശരീരത്തെ നിലനിർത്തിക്കൊണ്ട് തൻ്റെ പ്രമുഖമായിരിക്കുന്ന ധർമ്മത്തെ ആചരിച്ചുകൊണ്ട് പരമപദപ്രാപ്തി വരെ പോകുകയും ചെയ്യാം എന്നാണ്. അടുത്തത് ക്ഷത്രിയരുടെ ധർമ്മമാണ് പറയുന്നത്. അപ്പോൾ അധ്യാപനം തുടങ്ങിയിട്ടുള്ളത് ബ്രാഹ്മണരായാലും ആപദ്ധർമ്മമായിട്ടേ അനുഷ്ഠിക്കാവുള്ളൂ എന്നാണ് പറയുന്നത്. ക്ഷത്രിയരുടെ ധർമ്മം പറയുന്നു. എന്താണ്? പ്രധാനമായിട്ടും അവർക്ക്
പ്രജാപരിപാലനമാണ്. അതുപോലെ തന്നെ രാജ്യം ഭരിക്കുക, രാജാവിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുക, മറ്റുള്ളവരിൽ നിന്ന് കരം പിരിക്കുക, ഇവയൊക്കെ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ക്ഷത്രിയന് അനുഷ്ഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആപദ്ധർമ്മമായിട്ട് ഖഡ്ഗധാരിയായി നിൽക്കാം. ആയുധമൊക്കെ പിടിച്ചുകൊണ്ട്, ഇപ്പോൾ അതിന് സെക്യൂരിറ്റി എന്നൊക്കെ പറയും, ആയിട്ടൊക്കെ നിൽക്കാം. ചാതുർവർണ്ണയ വ്യവസ്ഥയും ചതുരാശ്രമ സമ്പ്രദായവും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും സജീവമാണ്. നമ്മളെല്ലാം അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് ദൈനംദിനം ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അതിനെ മറക്കാവുന്നതല്ല. അതുപോലെ തന്നെ പട്ടാളത്തിൽ ചേർന്ന് ഉദ്യോഗസ്ഥരാകുക, ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടും ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ടും സമാജത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ പ്രവർത്തിക്കുക, ഇതൊക്കെ ക്ഷത്രിയരുടെ ധർമ്മമാണ്. മറ്റുള്ളവരെ തങ്ങളുടെ കരുത്തുകൊണ്ടും ബുദ്ധി കൊണ്ടും രക്ഷിക്കുക എന്നുള്ളത് ക്ഷത്രിയൻ്റെ ധർമ്മമാണ്. പിന്നെ പറയുന്നത് വൈശ്യരുടെ ധർമ്മങ്ങളാണ്. വൈശ്യരുടെ ധർമ്മങ്ങൾ കൃഷി, കച്ചവടം, ഗോരക്ഷ തുടങ്ങിയിട്ടുള്ളവയൊക്കെയാണ് വൈശ്യരുടെ ധർമ്മങ്ങൾ. സമൂഹത്തിനാവശ്യമായിരിക്കുന്ന സമ്പത്തും അഭിവൃദ്ധിയും വൈശ്യധർമ്മങ്ങളെ കൊണ്ട് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ശൂദ്രരുടെ ധർമ്മം പറയുകയാണ്. ഈ ശൂദ്ര ശബ്ദം കേൾക്കുമ്പോഴാണ് നമ്മളെല്ലാവരും കലിതുള്ളുന്നത്. ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്നതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ദുഃഖം അനുഭവിക്കുന്നവൻ എന്നാണ് ശൂദ്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ബ്രഹ്മസൂത്രത്തിൽ ഒരു അധികരണമുണ്ട്, അപശൂദ്രാധികരണം. അതിൻ്റെ അകത്ത് ശുഗൻ എന്ന് പറയുന്നതായ മഹാരാജാവിനെ ആയി ബന്ധപ്പെട്ട അവസരത്തിലാണ് ആദ്യമായിട്ട് ശൂദ്ര എന്ന ശബ്ദം പ്രയോഗിക്കുന്നത്. മഹാരാജാവ് ദുഃഖാർത്തനായിട്ട് മുനിയുടെ അടുത്ത് ഓടിച്ചെല്ലുമ്പോഴാണ് ആദ്യമായിട്ട് മുനി മഹാരാജാവിനെ ശൂദ്ര, ഹേ ശൂദ്ര എന്ന് വിളിക്കുന്നത്. മഹാരാജാവാണ് തൻ്റെ അടുത്ത് വരുന്നത് എന്നറിഞ്ഞിട്ടും അദ്ദേഹം ദുഃഖിയാണ്, ശോകം അനുഭവിക്കുന്നവനാണ് എന്നുള്ള അർത്ഥത്തിലാണ് ശൂദ്രൻ എന്ന് വിളിക്കുന്നത്. ശൂദ്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദുഃഖം അനുഭവിക്കുന്നവൻ എന്നാണ്. ഏത് കുലത്തിലും ഏത് പരമ്പരയിലും ജനിച്ചാലും ദുഃഖം അനുഭവിക്കുന്നവരെല്ലാം ശൂദ്രന്മാരാണ്. അങ്ങനെ ശൂദ്രന്മാരായിട്ടുള്ള ആളുകൾ അവർക്ക് പ്രധാനമായിട്ടും ദ്വിജന്മാരെ പൂജിക്കുക എന്നുള്ളതാണ്. അവിടെ ദ്വിജശബ്ദത്തിന് കേവലമായിരിക്കുന്ന ജാതി ബ്രാഹ്മണൻ എന്ന് അർത്ഥമെടുക്കരുത്. അവിടെ രണ്ടാമത്തെ ജന്മമെടുത്തവൻ, ദ്വിജന്മമെടുത്തവൻ ഭൗതികപരമായ ദേഹാദികളോടുകൂടി അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് സ്ഥൂലമായ ഈ ശരീരത്തിൻ്റെ പിറവിക്ക് ശേഷം പരമായ ആത്മാവിനെ ബോധിക്കുന്നതിന് വേണ്ടി ഗുരുമുഖത്തു നിന്ന് ശാസ്ത്രാഭ്യാസത്തിന് വേണ്ടിയിട്ട് രണ്ടാമതൊരു ജന്മമെടുത്തവനാണ്. അത് ജ്ഞാനിയാണ്, വിവേകിയാണ്, പരമാത്മാവിനെ അറിഞ്ഞവനാണ്, ദുഃഖം ശോകം ഇല്ലാത്തവനാണ്. അപ്പൊ ശോകവും ദുഃഖവും ഉള്ളതായ ശൂദ്രൻ ശോകവും ദുഃഖവും ഇല്ലാത്തതായിരിക്കുന്ന ദ്വിജനെ സേവിക്കണം എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം. അത് നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഗുരു ശുശ്രൂഷയായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഗുരുവിനെ സഹായിക്കുക, സ്വാമിയെ സേവിക്കുക തുടങ്ങിയിട്ടുള്ള ഗുരു ശുശ്രൂഷയും സ്വാമി സേവനവുമൊക്കെയാണ് ശൂദ്രൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത്. അങ്ങനെ 4 വർണ്ണങ്ങളിലും ഈ 2 രീതിയിൽ പ്രധാന ധർമ്മങ്ങളും അതോടൊപ്പം തന്നെ ജീവിതത്തിന് ഉപകരിക്കത്തക്ക രീതിയിലുള്ളതായിരിക്കുന്ന ആപധർമ്മങ്ങളും ഇവിടെ വിവരിക്കുകയാണ്. അതിനുശേഷം പറയുകയാണ്, ഈ ധർമ്മങ്ങളെ എങ്ങനെ ആചരിക്കാം? ഇപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഓരോരുത്തരും സ്വന്തം ധർമ്മമല്ല ആചരിക്കുന്നത്.
അവസരവാദപരമായിട്ട് അപ്പോഴപ്പോൾ തോന്നുന്ന ധർമ്മങ്ങളെയൊക്കെ നമ്മൾ അനുഷ്ഠിക്കുകയാണ്. അങ്ങനെ അനുഷ്ഠിക്കരുത്. ഓരോരുത്തർക്കും വിധിച്ചിരിക്കുന്നതായ കർമ്മങ്ങളെ നമ്മൾ അനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ പറയുകയാണ്, നമ്മൾ മറ്റുള്ളവരുടെ കർമ്മങ്ങളെ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അത് ഒന്നില്ലെങ്കിൽ ആപദ്ധർമ്മമായിരിക്കണം, അല്ലെങ്കിൽ അതുവഴി നമുക്ക് ഉയർച്ചയുണ്ടാകണം. നമ്മളെ നശിപ്പിക്കുന്നതായ, ധർമ്മത്തിന് ച്യുതി വരുത്തുന്നതായ യാതൊരു കർമ്മവും നമ്മൾ അനുഷ്ഠിക്കുവാൻ പാടില്ല. സ്വന്തം ധർമ്മത്തിൽ നിന്ന്, തനിക്ക് വിഹിതമായിരിക്കുന്ന ധർമ്മത്തിൽ നിന്ന് താഴോട്ട് പോകുന്നതായ ഒരു വൃത്തിയെയും നമ്മൾ സ്വീകരിക്കരുത്. അതായത് ക്ഷത്രിയ ധർമ്മം അനുഷ്ഠിക്കുന്ന ഒരാൾ മറ്റൊരാളുടെ മുമ്പിൽ യാചിക്കുവാൻ പാടില്ല. അത് തൻ്റെ ധർമ്മത്തിന് നാശം വരുന്നതാണ്. അങ്ങനെ ചെയ്യത്തില്ല. അപ്പോൾ അധോഗതിയിലേക്ക് പോകുന്നതായ ധർമ്മങ്ങളെ ഒന്നും അനുഷ്ഠിക്കരുത് എന്ന് പറയുകയാണ്. അപ്പോൾ സ്വധർമ്മം അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. പരധർമ്മം അനുഷ്ഠിക്കേണ്ടി വരികയാണെങ്കിൽ അത് ആപദ്ധർമ്മമായിട്ടേ ചെയ്യാവുള്ളൂ. ആപദ്ധർമ്മം അനുഷ്ഠിക്കുകയാണെങ്കിലും അത് നമ്മളെ അധോഗതിയിലേക്ക് കൊണ്ടുപോകുന്നതായ ധർമ്മത്തെ അനുഷ്ഠിക്കുവാൻ പാടില്ല എന്ന് പറയുകയാണ്. ഇനി ഇവരുടെ ലക്ഷണങ്ങൾ പറയുകയാണ്. ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്, ഇവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുക. അപ്പോൾ ഒരാൾ ഒരു ബ്രാഹ്മണ കുലത്തിൽ, ജാതിയിൽ ജനിച്ചതുകൊണ്ട് ഒരിക്കലും ബ്രാഹ്മണനാകുന്നില്ല. ക്ഷത്രിയ ജാതിയിൽ ജനിച്ചതുകൊണ്ട് ക്ഷത്രിയനാകുന്നില്ല. വൈശ്യജാതിയിൽ ജനിച്ചതുകൊണ്ട് വൈശ്യനാകുന്നില്ല. ശൂദ്രജാതിയിൽ ജനിച്ചതുകൊണ്ട് ശൂദ്രനാകുന്നില്ല. മറിച്ച് ഇവർ ഏത് വർണ്ണത്തിൽ പെടുന്നു എന്നുള്ളത് ചില ലക്ഷണങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കണമെന്ന്. അപ്പം നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചോളുക, നമ്മളിപ്പോൾ തന്നെ ഏത് വർണ്ണത്തിലാണ് നമ്മൾ പെടുന്നത് എന്ന് പറയാം. അപ്പം അതിൽ ബ്രാഹ്മണ ലക്ഷണങ്ങളായിട്ട് 11 എണ്ണത്തിനെയാണ് ബ്രാഹ്മണ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. അതെന്താണ്? അശമം, ദമം, ശൗചം, സന്തോഷം, ആർജവം, ജ്ഞാനം തുടങ്ങിയിട്ടുള്ളവയാണ് ആ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. ആ ലക്ഷണങ്ങൾ ഉള്ളവരെ മാത്രമേ ബ്രാഹ്മണരായിട്ട് കൂട്ടുകയുള്ളൂ. ശമതമാദികളില്ലാത്തവരെ, സന്തോഷമില്ലാത്തവരെ, ആർജവമില്ലാത്തവരെ, പരമമായിരിക്കുന്ന ജ്ഞാനമില്ലാത്തവരെ, വിവേകമില്ലാത്തവരെ അവർ പരമ്പരയ ഏതച്ഛനിൽ നിന്ന് ജനിച്ചാലും ഏതമ്മയിൽ നിന്ന് ജനിച്ചാലും അവരെ ആ ഗണത്തിൽ ഉൾപ്പെടുത്തുകയില്ല. ഒരു ബ്രാഹ്മണന് പുത്രനായിട്ട് ജനിച്ചതുകൊണ്ട് ബ്രാഹ്മണനാകണമെന്നില്ല. ക്ഷത്രിയൻ്റെ പുത്രനായി ജനിച്ചതുകൊണ്ട് ക്ഷത്രിയനാകണമെന്നില്ല. ശൂദ്രൻ്റെ പുത്രനായിട്ട്, അതുപോലെ വൈശ്യൻ്റെ പുത്രനായിട്ട് ജനിച്ചതുകൊണ്ട് ആകണമെന്നില്ല. അവരുടെ ബാഹ്യമായിരിക്കുന്ന ലക്ഷണങ്ങളും ആന്തരികമായിരിക്കുന്ന അവരുടെ സ്വഭാവവും കൊണ്ടാണ് അവരുടെ ബ്രാഹ്മണ്യത്തെ തിരിച്ചറിയേണ്ടത്. അതുപോലെ തന്നെ ക്ഷത്രിയ ലക്ഷണം പറയുന്നു: ശൗര്യം, വീര്യം, തേജസ്, മറ്റുള്ളവരെ ദുഃഖിപ്പിക്കാതിരിക്കുക, മറ്റുള്ളവരെ ആപത്തിൽ നിന്ന് രക്ഷിക്കുക, ത്യാഗം, ഉദാര മനോഭാവം, ആത്മജയം, അതുപോലെ വിശപ്പ്, ദാഹം, ഇവയിലൊക്കെ പിടിച്ചു നിൽക്കുവാനുള്ളതായ കഴിവ് തുടങ്ങി ഒട്ടേറെ പൊറുക്കുവാനും ക്ഷമിക്കുവാനുമുള്ളതായിരിക്കുന്ന മനോനിലകൾ, സ്വാഭാവികമായിരിക്കുന്ന സന്തോഷം, മറ്റുള്ളവർക്കൊരു രക്ഷയായിട്ട് നിൽക്കുവാനുള്ളതായ ധീരത തുടങ്ങി ഒട്ടേറെ ഗുണങ്ങൾ ആരിൽ കാണുന്നുവോ അത് ക്ഷത്രിയ സ്വഭാവമാണ്. കർണൻ്റെ കഥ നമുക്കറിയാം. പരശുരാമനെ മടിയിൽ വച്ചിരിക്കുമ്പോൾ ബ്രാഹ്മണകുമാരനായിട്ട് ചെന്ന് സകല വിദ്യകളും അഭ്യസിച്ചു. ആ സമയത്ത് ഇന്ദ്രൻ വണ്ടിൻ്റെ രൂപത്തിൽ വന്ന് ആ കർണൻ്റെ തുടയിലെ മാംസം തുരന്നെന്നും തൻ്റെ ഗുരുവിന് ബുദ്ധിമുട്ടുണ്ടാകണ്ടല്ലോ എന്ന് കരുതി കാലനക്കാതെ ഇരുന്നെന്നും, അപ്പോൾ ഉണർന്ന പരശുരാമൻ ഇത്രയ്ക്ക് ക്ഷമ ഒരു ബ്രാഹ്മണന് ഉണ്ടാവുകയില്ല, അതുകൊണ്ട് നീ ക്ഷത്രിയനാണ് എന്ന് തിരിച്ചറിഞ്ഞു. ഇവിടെ ലക്ഷണമാണ് തിരിച്ചറിഞ്ഞു. കർണൻ വേഷം മാറി ബ്രാഹ്മണ രൂപത്തിൽ ചെന്ന് പരശുരാമൻ്റെ കയ്യിൽ നിന്ന് സകല വിദ്യകൾ അഭ്യസിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവ ലക്ഷണം അദ്ദേഹത്തിൻ്റെ വർണ്ണത്തെ വെളിപ്പെടുത്തി.
അതുപോലെ തന്നെ വൈശ്യലക്ഷണം പറയുകയാണ്. വൈശ്യലക്ഷണം പറയുകയാണ്, ധർമ്മം, അർത്ഥം, കാമം ഇവയെ പുഷ്ടിപ്പെടുത്തുന്നതിനുള്ള സ്വഭാവം ഉണ്ടാകും. ധർമാർത്ഥ കാമങ്ങളെ സമ്പാദിക്കണം എന്നുള്ളതായിരിക്കുന്ന സ്വഭാവം, അതോടൊപ്പം നല്ല ആസ്തിക്യ ബുദ്ധി, ശാസ്ത്രങ്ങളെയൊക്കെ പഠിക്കുവാനുള്ള സാമർഥ്യം, അവയൊക്കെ പ്രവചിക്കുവാനുള്ളതായ സാമർഥ്യം, ഇവയെല്ലാം വൈശ്യൻ്റെ സ്വഭാവമാണ്. നല്ല ഭക്തിയും ധർമാനുഷ്ഠാനങ്ങളും ഒക്കെ വൈശ്യനിൽ ഉണ്ടായിരിക്കും. ഏതു കാര്യത്തിലും സമർത്ഥനും കൂടിയായിരിക്കും വൈശ്യൻ എന്ന് പറയുകയാണ്. അതോടൊപ്പം ശൂദ്രൻ്റെയും ലക്ഷണം പറയുകയാണ്. എന്താണ്? നല്ല ഭക്തിയുണ്ടാകും, അതോടൊപ്പം തന്നെ നല്ല സ്വഭാവ സവിശേഷതയുണ്ടാകും, ശൗച സ്നാനാദികൾ കൊണ്ട് ശരീരത്തെ എപ്പോഴും ശുദ്ധമാക്കി വച്ചിരിക്കും, ഗുരുവിൽ അത്യന്തം വിശ്വാസമുണ്ടായിരിക്കും, തൻ്റെ സ്വാമിക്ക് വേണ്ടി ഏതു സേവനവും ചെയ്യുന്നതിനുള്ള സന്നദ്ധത ഉണ്ടാകും, യാതൊരു വിധമായിരിക്കുന്ന കാപഢ്യവും ഉണ്ടാകത്തില്ല, സദാ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കും, തൻ്റെ സ്വാമിയെ സാക്ഷാൽ ഭഗവാനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഈശ്വരന് പൂജ ചെയ്യുന്നതിന് സമമായിട്ട് തന്നെ തൻ്റെ സ്വാമിക്ക് വേണ്ടിയിട്ട്, തൻ്റെ യജമാനന് വേണ്ടിയിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം ശൂദ്രൻ്റെ ലക്ഷണമാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള അവരുടെ ലക്ഷണങ്ങൾ എന്ന് പറയുകയാണ്. അങ്ങനെ ചാതുർവർണ്ണ്യ വ്യവസ്ഥയെയും അവരുടെ ബാഹ്യവും ആഭ്യന്തരവുമായിരിക്കുന്ന ലക്ഷണങ്ങളെയും അവരെ അനുഷ്ഠിക്കേണ്ടതായിരിക്കുന്ന ധർമ്മത്തെയും പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് സ്ത്രീധർമ്മങ്ങളാണ്. എന്താ ഇപ്പോൾ എല്ലാ ശാസ്ത്രങ്ങളും സ്ത്രീധർമ്മങ്ങൾ പറയുന്നത്? പുരുഷധർമ്മങ്ങൾ പറയുന്നില്ലല്ലോ. ഇപ്പം സ്ത്രീത്വവാദികളും ഒക്കെ ഉള്ളവരാണ്. സ്ത്രീക്ക് അത്രയ്ക്ക് പ്രാധാന്യം നമ്മുടെ സനാതനധർമ്മത്തിൽ ഉള്ളതുകൊണ്ടാണ് സ്ത്രീധർമ്മം പറയുന്നത്. സാമാന്യനെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ പുരുഷധർമ്മങ്ങളല്ലത്, സാമാന്യധർമ്മങ്ങളാണ്. അത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും, സ്ത്രീക്കും പുരുഷനും എല്ലാം ബാധകമാണ്. അതിൽ വിശേഷധർമ്മം സ്ത്രീക്ക് പറഞ്ഞു കൊടുക്കുന്നത് വർണ്ണാശ്രമധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ സ്ത്രീകൾക്കുള്ളതായിരിക്കുന്ന പങ്ക് സുപ്രധാനമായതുകൊണ്ടാണ് സ്ത്രീധർമ്മങ്ങളെ പറയുന്നത്. ഭാരതീയ സനാതന ധർമ്മത്തിൽ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള അത്രയും മഹത്തായിരിക്കുന്ന സവിശേഷതകളും പ്രാധാന്യവും നമുക്ക് മറ്റ് വേറൊരു സംസ്കാരത്തിലും വേറൊരു ധർമ്മത്തിലും നമുക്ക് കാണുവാൻ കഴിയുകയില്ല. അത്രയ്ക്ക് ധർമ്മം, വേദങ്ങൾ അഭ്യസിക്കുവാനും ചതുരാശ്രമ സമ്പ്രദായങ്ങളെയും അനുഷ്ഠിക്കുവാനുമെല്ലാമുള്ള അവസരം നമ്മുടെ സ്ത്രീധർമ്മത്തിനുണ്ട്. ഉപനിഷത്തുക്കളിലാണെങ്കിലും പുരാണങ്ങളിലാണെങ്കിലും സ്ത്രീകൾക്ക് സനാതന സംസ്കൃതി നൽകിയിരിക്കുന്നതായ സ്ഥാനങ്ങളെ പറ്റിയിട്ടൊക്കെ ഭക്തന്മാരായിരിക്കുന്ന നിങ്ങൾക്ക് വളരെ അറിയാവുന്നതാണ്. ഗാർഗിയുടെയും മൈത്രേയിയുടെയും സീതയുടെയും ദ്രൗപദിയുടെയും ഒക്കെ ചരിതങ്ങൾ ഇവിടെ ഇരിക്കുന്നതായ ഭക്തന്മാർക്ക് എല്ലാവർക്കും നല്ലവണ്ണം അറിയാവുന്നത് കൊണ്ട് ഭാരതീയ സംസ്കാരത്തിൽ സ്ത്രീക്കുള്ള സ്ഥാനത്തിൻ്റെ മഹത്വത്തെ അറിഞ്ഞുകൊണ്ടാണ് സ്ത്രീധർമ്മത്തെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഇതിൽ പറയുന്ന സ്ത്രീധർമ്മങ്ങളോട് ഒരുപക്ഷെ ഇപ്പോൾ സ്ത്രീകൾ ആരും യോജിക്കുകയില്ലായിരിക്കാം. എങ്കിലും ഋഷീശ്വരന്മാരായിരിക്കുന്ന ആളുകൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് പറയാതെ പോകുവാൻ പറ്റുകയില്ല. ഭർത്താവ് തന്നെ സ്ത്രീകൾക്ക് ദൈവം. ഇതിനെല്ലാം സ്വാമി പറയുമ്പോൾ തിരിച്ചും ചിന്തിച്ചോണം. ഭാര്യ തന്നെ ഭർത്താവിന് ദേവത എന്ന് നിങ്ങൾ ചിന്തിച്ചോണം. അപ്പോൾ പുരുഷന് മാത്രം, സ്ത്രീക്ക് മാത്രമല്ല, പുരുഷനും ഇത് തിരിച്ചു ബാധകമാണ്. ആശ്രമത്തിൽ വന്നിട്ട് എല്ലാവരും പരാതികൾ പറയാറുണ്ട്, ഭർത്താക്കന്മാരും ഭാര്യമാരുമൊക്കെ. ഭർത്താവിനെ ശുശ്രൂഷിക്കുക, ഭർത്താവിനെ അനുകൂലിക്കുക, ഭർത്താവിൻ്റെ ബന്ധുക്കളിൽ താല്പര്യത്തോടു കൂടി പെരുമാറുക, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക, ഭർത്താവ് അനുഷ്ഠിക്കുന്ന വ്രതത്തിൽ താനും പങ്കാളിയാകുക. ഗൃഹസ്ഥാശ്രമം പറയുമ്പോൾ ഇത് കൂടുതൽ പറയും. ശ്രീരാമചന്ദ്ര ഭഗവാൻ യാഗമനുഷ്ഠിച്ചപ്പോൾ സീതാദേവിയുടെ പ്രതിമയും വെച്ചു. അല്ലെങ്കിൽ നമ്മുടെ അർദ്ധനാരീശ്വര സങ്കല്പം എല്ലാം നമ്മൾ ചേർത്ത് വായിക്കണം.
അപ്പോൾ ഏതേത് ധാർമ്മിക കർമ്മങ്ങളാണോ പുരുഷൻ ഭർത്താവ് അനുഷ്ഠിക്കുന്നത് അതിൽ സ്ത്രീയും പങ്കാളികളാവുക എന്നുള്ളതാണ് സ്ത്രീധർമ്മം. പിന്നെ കുറച്ച് 26-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഭർത്തൃഗ്രഹം അടിച്ചു തളിച്ചു മെഴുകി ശുദ്ധമാക്കുക. ഇപ്പോഴൊക്കെ നമ്മുടെ വാക്വം ക്ലീനറും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞു. എല്ലാത്തിനും ജോലിക്കാരൊക്കെ വന്നു. ഇപ്പോൾ വീട്ടിൽ ഒരു ജോലിയും ഇല്ലാത്ത വീടുകളിലേക്ക് മാത്രമേ നമ്മൾ പെൺകുട്ടികളെ കെട്ടിച്ചയക്കത്തുള്ളൂ. അവിടെ പോയി എന്തെല്ലാം സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നെല്ലാം നമ്മൾ നോക്കുന്നത് കൊണ്ട് ഇനി പറയുന്നതായിരിക്കുന്ന 4-5-6 ശ്ലോകങ്ങൾക്കൊന്നും പ്രാധാന്യമില്ലെന്ന് നമ്മൾ പറയും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ആശുപത്രിയിലേക്ക് കയറി നമ്മൾ വലിയ വലിയ തുകകൾ നമ്മൾ അടയ്ക്കേണ്ടി വരുമ്പോൾ, പണ്ടൊക്കെ ഇതൊക്കെ അനുഷ്ഠിച്ചു കൊണ്ടിരുന്നവർക്കൊന്നും ഈ വിധമായിരുന്ന രോഗങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയും. ഡോക്ടർമാർ ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണുവാനും യോഗ പഠിക്കുവാനും എക്സർസൈസ് ചെയ്യുവാനും പ്രകൃതി ഭക്ഷണം പരിശീലിക്കുവാനും രാവിലെ ഏറ്റ് നടക്കുവാനും ഒക്കെ പറയുമ്പോൾ ഇപ്പം രാവിലെ പേടിക്കാതെ നടക്കാം. വഴിയിൽ ഇഷ്ടം പോലെ ആളുകളാണ് നടക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ടോർച്ചൊക്കെ അടിച്ച് നടക്കുകയാണ്. ആ സമയത്ത് വീട്ടിലൊന്നും ചെയ്യുകയില്ല. അപ്പോൾ ഇതും തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ പണ്ട് കാലം പറഞ്ഞതൊക്കെ എത്രമാത്രം സത്യമായിരുന്നു എന്ന് വരുന്നത്. അതുകൊണ്ട് വീണ്ടും ഇതിലെ അർത്ഥങ്ങൾ പറയാം. വീടൊക്കെ അടിച്ചു തെളിച്ച് വൃത്തിയാക്കുക, വീട് നല്ലവണ്ണം അലങ്കരിക്കുക. ഇപ്പം അതിന് ഹോം സയൻസൊക്കെ പഠിച്ചെങ്കിലേ വീടൊക്കെ അലങ്കരിക്കാൻ പറ്റത്തുള്ളെന്നാണ്. ഗൃഹത്തിൽ ഭർത്താവിൻ്റെ ഗൃഹത്തിൽ തന്നെ വസിക്കണം. ഇപ്പം അത് മാറി ദത്ത് കിട്ടുമോ എന്നാണ് പത്രത്തിലെ പരസ്യം. ഭാര്യയുടെ വീട്ടിൽ നിൽക്കാൻ പറ്റുമോ എന്ന്. അത് ലക്ഷണമല്ലെന്നാണ്, വിലക്ഷണമാണ്. അന്യഗൃഹപ്രവേശം വർജിക്കുക. ഭർത്താവിൻ്റെ വീടും സ്വന്തം വീടും ഉപേക്ഷിച്ച് മറ്റ് ഗ്രഹങ്ങളിൽ പോയിട്ട് ലക്ഷണമൊത്തതായിരിക്കുന്ന ഭാരതീയ സ്ത്രീകൾ, സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ പോയി താമസിക്കരുത്. അതുപോലെ വീട്ടിലുള്ളതായിരിക്കുന്ന പാത്രങ്ങളെ, വസ്തുക്കളെ എല്ലാം തേച്ച് മിനുക്കി നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഇതൊക്കെ ചെയ്ത് ഭർത്താവിനെയും ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങളെയും തൻ്റെ അച്ഛനെയും അമ്മയെയും തൻ്റെ സഹോദരങ്ങളെയും ഒക്കെ സന്തോഷിപ്പിക്കുവാനുള്ളതായിരിക്കുന്ന പ്രവൃത്തികൾ ആ കുലസ്ത്രീകൾ അവരുടെ ധർമ്മമായിട്ട് കരുതി അവർ സേവിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പ്രിയമായിട്ട് സന്തോഷകരമായിട്ട് സംസാരിക്കണം, നല്ല വാക്കിനെ പറയണം, അതുപോലെ സ്നേഹപൂർവ്വം മറ്റുള്ളവരോട് കൂടി സംസാരിക്കണം. എപ്പോഴും കിട്ടുന്നതിൽ നിന്ന് തൃപ്തിയോടുകൂടി തൻ്റെ കുടുംബത്തിനുള്ള വരുമാനം കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുവാൻ പഠിക്കണം. വീട്ടുകാര്യങ്ങളെല്ലാം നല്ല കുട്ടികളുടെ കാര്യത്തിലും ഭർത്താവിൻ്റെ കാര്യത്തിലും ഗുരുക്കന്മാരുടെയും കാര്യത്തിലുമെല്ലാം അവർക്ക് സേവനം ചെയ്യുന്നതിൽ നല്ല ഉത്സാഹമുണ്ടായിരിക്കണം, നല്ല ശരീരശുദ്ധി വരുത്തണം, സ്നേഹമുള്ളവളായിരിക്കണം, ഭർത്താവിനെ ഈശ്വരനെ പോലെ ഭജിക്കുന്നവളായിരിക്കണം എന്നെല്ലാമാണ് ആ സ്ത്രീധർമ്മം സവിസ്തരം പ്രതിപാദിക്കുന്നത്. കുടുംബത്തിൽ ലക്ഷ്മിയെപ്പോലെ ശോഭിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ പൂജ്യനായിരിക്കുന്ന വിഷ്ണു ഭഗവാനെ എങ്ങനെയാണോ എന്നതുപോലെ കുടുംബത്തിൽ തൻ്റെ ഭർത്താവിനെ പ്രേമപൂർവ്വം ഭജിക്കണം. അങ്ങനെ ചെയ്യുന്നത് വഴി ലക്ഷ്മി ദേവി എങ്ങനെയാണോ ഭഗവാനോട് ചേർന്നിരിക്കുന്നത് അതുപോലെ ചേർന്നിരിക്കുവാൻ കഴിയും എന്നാണ് പറയുന്നത്. അങ്ങനെ വിശേഷമായിട്ട് ആ സ്ത്രീധർമ്മത്തെ പറയുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്, ആശ്രമത്തിൽ വന്ന് ഇങ്ങനെ പരാതി പറയുകയുണ്ടായി ഒരമ്മ, ഒരു ഭാര്യ. ഒന്നും ചെയ്യുന്നില്ല, ഞാൻ രാവിലെ എഴുന്നേറ്റ് പണി ചെയ്യുന്നു, കുട്ടികളെ നോക്കുന്നു, കഞ്ഞി വെക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഭർത്താവ് ഈ സമയത്ത് ഭയങ്കര ഉറക്കമാണ്, ഒന്നിലും സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ ശിഷ്യനായതുകൊണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നതുപോലെ പരാതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും സഹായമൊക്കെ നിങ്ങളും ചെയ്യണം. നമ്മൾ ഒന്നിച്ചു പഠിച്ച കാലത്ത് നമ്മൾ ഒന്നിച്ച് ഒരുപാട് ജോലികളൊക്കെ ആശ്രമത്തിലും അടുക്കളയിലും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ മറന്നു പോയോ, അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യയെ ഒന്ന് ഉപദേശിക്കണം, അവളിപ്പോൾ പൂർണ്ണമായി ഉറക്കമാണ്. അപ്പം ഞാനിപ്പോൾ എല്ലാം ചെയ്യുന്നുണ്ട് സ്വാമി പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ അവൾ ഫുൾ ടൈം ഉറക്കമാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം പറയുകയാണ്, സങ്കരജാതികൾ ഉണ്ടാകാതെ നോക്കണം. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ വിഭാഗങ്ങൾ ഉണ്ടാകുമ്പോൾ
സങ്കരജാതികൾ ഉണ്ടാകാതെ നമ്മൾ കുലധർമ്മത്തെ നിലനിർത്തണം എന്നുകൂടി പറയുകയാണ്. പിന്നെ ഒരാൾ പറയാണ്, പൂർവ്വന്മാരായിരിക്കുന്ന ആളുകൾ ആചരിച്ചിരുന്ന ധർമ്മങ്ങളെ പിന്നീട് നമ്മൾ ആചരിക്കുമ്പോൾ ധർമ്മം മാത്രമേ ചെയ്യാവുള്ളൂ, അധർമ്മം ചെയ്യരുത്. തൻ്റെ പിതാവ് ഒരു കളവ് ചെയ്യുന്നവനായിരുന്നു, കള്ളനായിരുന്നു, മോഷ്ടാവായിരുന്നു, അല്ലെങ്കിൽ ഒരു പിടിച്ചുപറിക്കാരനായിരുന്നു. അപ്പോൾ മകൻ പറയുകയാണ്, എൻ്റെ ധർമ്മം, എൻ്റെ അച്ഛൻ്റെ ധർമ്മം എന്ന് പറയുന്നത് മോഷ്ടിക്കുകയാണ്, പിടിച്ചുപറിക്കുകയാണ്. അതുകൊണ്ട് ആ ധർമ്മം പരമ്പര ഞാനും അനുഷ്ഠിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വധർമ്മമല്ല, അത് ചെയ്യരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഉപജീവനത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ആ വിധമായിരിക്കുന്ന അധർമ്മങ്ങളെ ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ട് ഉറപ്പിച്ചു പറയുകയാണ്. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമ്മ സ്വനുഷ്ഠിത. ഭഗവത്ഗീതയിലെ വാചകത്തിന് സമാനം. സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. സ്വധർമ്മം മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ, ഒരു കാരണവശാലും നമ്മൾ പരധർമ്മത്തെ അനുഷ്ഠിക്കുവാൻ പാടില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് പറയാണ്, ഈ ജാതിയും അവൻ്റെ ഗുണവും തമ്മിൽ എന്താണ് ഭേദമുള്ളത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ആ വർണ്ണ ലക്ഷണം പറയുകയാണ്. ആ വ്യക്തിയുടെ സ്വഭാവത്തെ അനുസരിച്ചിട്ട് വർണ്ണത്തെ നിശ്ചയിച്ചാൽ മതി. അച്ഛൻ്റെയും അമ്മയുടെയും ശരീരത്തിൽ നിന്ന് സമാനമായിരിക്കുന്ന ഒരു സ്ഥൂല ശരീരം എടുത്തുകൊണ്ട് പുറത്തു വന്നു എന്നതുകൊണ്ട് ആ മാതാപിതാക്കളുടേതായിരിക്കുന്ന വർണ്ണം പുത്രനോ പുത്രിക്കോ കിട്ടുകയില്ല. മറിച്ച് അവരുടെ ജന്മസ്ഥാനമല്ല, അവരുടെ അന്ധക്കരണത്തിൽ നിഷ്ഠമായിരിക്കുന്ന വിശേഷ ഗുണങ്ങളാണ് അവരുടെ വർണ്ണത്തിന് അടിസ്ഥാനം എന്ന് നിരൂപിക്കുകയാണ്. അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് ആശ്രമധർമ്മങ്ങളാണ്. നമുക്കറിയാം, ആശ്രമധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിത രീതിയാണ്. സനാതനധർമ്മികൾക്ക് അവർ ഓരോരോ കാലത്തും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെ ചതുരാശ്രമങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, 4 ആശ്രമങ്ങൾ. ആ 4 ആശ്രമങ്ങളിൽ വിദ്യാഭ്യാസ കാലത്തെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ബ്രഹ്മചര്യ കാലത്ത് പരമമായിരിക്കുന്ന വേദത്തെ പഠിക്കുക, ഗുരു ശുശ്രൂഷ ചെയ്യുക, ഗുരുവിന് വേണ്ട സേവനങ്ങൾ ചെയ്യുക, ഗുരുവിനെ നിന്ദിക്കരുത്, ശാസ്ത്രത്തെ നിന്ദിക്കരുത്, ഗുരു പറയുന്നതായ കാര്യങ്ങളെല്ലാം പ്രമാണമാണ് എന്ന് കരുതിക്കൊണ്ട് ജീവിക്കണം. ഗുരുവിന് ആശ്രമങ്ങളുണ്ടെങ്കിൽ, ഗുരുവിന് സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അവയും തൻ്റെ സ്ഥാപനങ്ങളെന്ന് കരുതിക്കൊണ്ട് അതിൻ്റെയും ശ്രേയസ്സിനായിക്കൊണ്ട് ആ ശിഷ്യൻ പ്രവർത്തിക്കണം. അങ്ങനെയാണ് ബ്രഹ്മചാരിയുടെ ലക്ഷണങ്ങൾ, ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഗുരുവിൽ സ്നേഹമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ സന്ധ്യാവന്ദനാദികൾ ചെയ്യണം. നിത്യാനുഷ്ഠാനങ്ങൾ ഗുരു ഉപദേശിക്കുന്ന പ്രകാരം തന്നെ ചെയ്യണം. അതാണ് ബ്രഹ്മചാരിയുടെ പ്രധാനമായിരിക്കുന്ന ലക്ഷണങ്ങൾ. അതിനുശേഷം പിന്നെ പറയുന്നത്, ഇതിൻ്റെ അകത്ത് വാനപ്രസ്ഥൻ്റെ ധർമ്മം പറഞ്ഞിട്ട് പിന്നെ ഗൃഹസ്ഥാശ്രമിയുടെ ധർമ്മം പറഞ്ഞിട്ട് പിന്നെയാണ് സന്യാസിയുടെ ധർമ്മം പറയുന്നത്. പക്ഷെ ഞാനത് ക്രമമായിട്ട് സമയക്കുറവ് കൊണ്ട് പറയുകയാണ്. ഇപ്പം ബ്രഹ്മചര്യം പൂർത്തിയാക്കി ആ വിദ്യാഭ്യാസം ഗുരുമുഖത്തു നിന്ന് കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാം. ഉത്തമമായിരിക്കുന്ന തൻ്റെ വർണ്ണത്തിൽപ്പെട്ടതായിരിക്കുന്ന തൻ്റെ ജാതിക്കും കുലത്തിനും സമ്പത്തിനും വിദ്യാഭ്യാസത്തിനും ചേർന്ന അനുരൂപിയായിരിക്കുന്ന യുവാവിനെ അല്ലെങ്കിൽ യുവതിയെ വേണം ഗൃഹസ്ഥാശ്രമത്തിൽ സ്വീകരിക്കേണ്ടത്. അങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഉത്തമമായ മാർഗത്തിലൂടെ ധനം സമ്പാദിച്ചുകൊണ്ട് ആ സ്മൃതി വിഹിതമായിരിക്കുന്ന രീതിയിൽ വേണം ആ ഗൃഹസ്ഥാശ്രമികൾ ജീവിക്കുവാൻ. അതോടൊപ്പം ഗുരുവിനെയും തൻ്റെ സമാജത്തെയും ഈശ്വരനെയും ഒക്കെ രക്ഷിക്കുന്നതിനുള്ളതായ കർമ്മങ്ങൾ ചെയ്യണം. പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കണം. ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെയുള്ള ഷോഡശ സംസ്കാര ക്രിയകൾ ക്രമമായിട്ട് ആചരിക്കണം. അങ്ങനെ 16 വിധമായിരിക്കുന്ന കർമ്മങ്ങൾ, ഷോഡശ സംസ്കാര ക്രിയകളും പഞ്ചമഹായജ്ഞങ്ങളും ചേർന്ന് 21 വിധമായിരിക്കുന്ന കർമ്മങ്ങളെ അനുഷ്ഠിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഗൃഹസ്ഥാശ്രമിയുടെ ധർമ്മങ്ങൾ പറയുകയാണ്. അപ്പം ഗൃഹസ്ഥാശ്രമം പൂർത്തിയായി കഴിഞ്ഞാൽ വാനപ്രസ്ഥാശ്രമം സ്വീകരിക്കാം.
ആ വാനപ്രസ്ഥാശ്രമം എങ്ങനെയായിരിക്കും എന്നുള്ള ധർമ്മം പറയുകയാണ്. പ്രകൃതിക്ക് അനുസരിച്ച് ജീവിക്കുന്നതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിക്ക് അനുസരിച്ച് ജീവിക്കുന്നതാണ് വാനപ്രസ്ഥാശ്രമത്തിൻ്റെ പ്രധാനം. കൃത്രിമമായിട്ട് എന്തെല്ലാം ജീവിതത്തിലുണ്ടോ അതിനെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പരമമായിരിക്കുന്ന ജീവിതത്തിൻ്റെ ലക്ഷ്യം മോക്ഷമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുക. ഇത് ഉപാസന ചെയ്യുന്നുണ്ടെങ്കിൽ, ആരാധന ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മാത്രം ഉപകരിക്കുന്ന വല്ല ഗുഹയോ വീടോ പർണശാലയോ അതിനുള്ളൊരു വാസസ്ഥലം മാത്രമേ വാനപ്രസ്ഥൻ ഉണ്ടാകാമുള്ളൂ. അങ്ങനെ വാനപ്രസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് ആദ്യം കുറച്ചു കാലം വനത്തിൽ പോയി തപസ് ചെയ്ത് അതുവരെ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് നമുക്കുണ്ടായിരിക്കുന്ന ആ ഗാർഹസ്ഥ്യത്തിൻ്റെ സംസ്കാരത്തെയെല്ലാം നശിക്കത്തക്ക കാലവും തപസ് ചെയ്യണം. അത് തപസ് ചെയ്ത് ആ വാസനയും സംസ്കാരത്തെയും ഇല്ലാതാക്കിയതിന് ശേഷം ആയിരിക്കണം ശരിയായ സാധന അനുഷ്ഠിക്കേണ്ടത്. അപ്പോൾ ആ സ്ഥൂല ശരീരത്തിനുണ്ടായിരിക്കുന്ന ഓരോ വാസനയും സംസ്കാരത്തെയും ഓരോരോ ഇന്ദ്രിയങ്ങളുടെയും വിഷയങ്ങളുടെയും സംസ്കാരങ്ങളെ ലയിപ്പിച്ച് 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 ഇല്ലാതാക്കി തീർക്കണം. ആ വിഷയവാസനകളെയും ഇന്ദ്രിയ വാസനകളെയും എല്ലാം നമ്മൾ ഓരോന്നിനെ ലയിപ്പിക്കണം. ആദ്യം സ്ഥൂല ശരീരത്തിന് സംബന്ധമായിട്ടുണ്ടായിരിക്കുന്ന വാസനയും സംസ്കാരത്തെയും നശിപ്പിക്കുക. പിന്നെ സൂക്ഷ്മ ശരീര സംബന്ധമായിട്ടുണ്ടായിരിക്കുന്ന വാസനയും സംസ്കാരത്തെയും നശിപ്പിക്കുക. പിന്നെ അങ്ങനെ മനസ്സിനെ, ബുദ്ധിയെ, ശരീരത്തെ ഓരോന്നിനെയും ബാധിച്ചിരിക്കുന്നതായ വാസനയും സംസ്കാരങ്ങളെയും വാനപ്രസ്ഥൻ ഇല്ലാതാക്കണമെന്നാണ്. ഒടുവിലായിട്ട് പറയുന്ന മഹത്തായിരിക്കുന്ന സന്യാസധർമ്മത്തെയാണ് സമ്യക് ന്യാസഹ സന്യാസഹ എന്നാണ്. 13, 14, 15 അധ്യായങ്ങളിലൊക്കെ സന്യാസധർമ്മത്തിൻ്റെ വലിയ കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. സർവസംഘ പരിത്യാഗമാണ് സന്യാസം. പരിപൂർണമായിട്ടെല്ലാം ഉപേക്ഷിക്കുക. ആദ്യം ഉപേക്ഷിക്കേണ്ടത് നമുക്കുണ്ടായിരിക്കുന്ന പ്രധാനമായിട്ടും വാസനകളും സംസ്കാരങ്ങളുമാണ്. അപ്പോൾ പരിപൂർണമായിരിക്കുന്ന സന്യാസ ആശ്രമ അനുഷ്ഠാനത്തിന് നമുക്ക് എന്തെല്ലാം തടസ്സമായിട്ട് വരുന്നു അതെല്ലാം ഉപേക്ഷിക്കണം. പുത്രമിത്രാദികള്, ധനധാന്യാദികള്, സ്ഥാപനങ്ങള് തുടങ്ങി എന്തെല്ലാം നമുക്ക് സന്യാസ ആശ്രമധർമ്മത്തിന് വിരുദ്ധമായിട്ട് വരുന്നു അതെല്ലാം ഉപേക്ഷിക്കണം. ഏതേലും തരത്തിലുള്ള കാമനകൾ നമുക്കുണ്ടാകുന്നെങ്കിൽ അത് ഉപേക്ഷിക്കണം. കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഹു. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊരാഗ്രഹം ഉണ്ടാകുക, അത് നമുക്ക് സന്യാസത്തിന് തടസ്സമാണ്. അല്പമാത്രമായ ആഹാരം മാത്രം കഴിക്കുക, സന്യാസിയുടെ ചിഹ്നമായിരിക്കുന്ന ദണ്ഡും കമണ്ഡലവും ഒക്കെ പിടിക്കാം. സന്തോഷവാനായിരിക്കണം. ഭിക്ഷയെടുത്ത് ജീവിക്കുക. ഭിക്ഷാന്നം എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ശരീരം നിലനിർത്തുന്നതിന് വേണ്ടി മാത്രം ഉപകരിക്കുന്ന ആഹാരം മാത്രം എടുക്കുക. തണുപ്പുണ്ടെങ്കിൽ കമ്പിളിയോ മറ്റു വസ്ത്രമോ ഒക്കെ ധരിക്കാം. കൗപീനധാരിയായിട്ട് നടക്കണമെന്നാണ്. ഇപ്പോൾ കൗപീനധാരിയായിട്ട് നടക്കുവാൻ സാധിക്കുകയില്ലാത്തത് കൊണ്ട് സമൂഹത്തിന് യോജിച്ച രീതിയിലുള്ളതായിരിക്കുന്ന കുറഞ്ഞതായിരിക്കുന്ന വിഭവങ്ങളെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് സന്യാസി ജീവിക്കുക. അതുപോലെ ധനാഗമനത്തിനുള്ള യാതൊരു വിധമായിരിക്കുന്ന ഭൗതിക വിദ്യയും സന്യാസി അഭ്യസിക്കരുതെന്നാണ് പറയുന്നത്. ധനം സന്യാസിക്ക് ആവശ്യമില്ല. ഭക്തന്മാർ തരും, ഭിക്ഷയെടുത്ത് ജീവിക്കാം. അപ്പം ധനം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗത്തെയും സന്യാസി എടുക്കരുത്. അതുപോലെ കീർത്തിക്ക് വേണ്ടി, യശസ്സിന് വേണ്ടിയിട്ട്, തൻ്റെ പരമ്പരയെ നിലനിർത്തണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി വേണ്ടിയിട്ട് സന്യാസി ഒരിക്കലും ശിഷ്യസമ്പത്തുക്കളെ അധികം കുന്നുപോലെ കൂട്ടേണ്ട ആവശ്യമില്ല എന്നാണ്. യോഗ്യന്മാരായിരിക്കുന്ന, വിവേകികളായിരിക്കുന്ന, മുമുക്ഷുക്കളായിരിക്കുന്ന, ജിജ്ഞാസുക്കളായിരിക്കുന്ന ആളുകൾ ഈശ്വരൻ്റെ ഇച്ഛ കൊണ്ട് വന്നു ചേരും. അവർക്ക് മാത്രം ആവുമെങ്കിൽ ശാസ്ത്രം പഠിപ്പിക്കുക. നിർബന്ധിച്ച് ശാസ്ത്രം പഠിപ്പിക്കേണ്ടതായ കാര്യങ്ങൾ തന്നെ സന്യാസിക്കില്ല എന്നുള്ളതാണ്. ഏതേതെല്ലാം വിഷയങ്ങൾ കാമനകളായിട്ട് സന്യാസിക്ക് ഉള്ളിൽ രൂപപ്പെടുന്നു അവയെല്ലാം അപ്പോഴപ്പോൾ തടയുന്നതിനുള്ള, നിരാകരിക്കുന്നതിനുള്ള പ്രയത്നം സന്യാസി ചെയ്യണമാണ്. എന്തൊക്കെയാണോ തനിക്ക് തൻ്റെ സാധനയ്ക്ക് തടസ്സമായിട്ട് വരുന്നത്, അത് ആഹാരമാണെങ്കിൽ, വസ്ത്രമാണെങ്കിൽ, കുടുംബമാണെങ്കിൽ, ബന്ധങ്ങളാണെങ്കിൽ എല്ലാം സന്യാസി സമ്പൂർണമായിട്ട് പരിത്യജിക്കണം എന്നാണ് പറയുന്നത്.
പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ആശ്രമത്തിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ സന്യസിക്കണമെന്ന് താല്പര്യപ്പെട്ട് ഇടയ്ക്ക് ആളുകളൊക്കെ ആശ്രമങ്ങളിൽ വരാറുണ്ട്. എല്ലാ ആശ്രമത്തിലും വരാറുണ്ട്. അവരാദ്യമേ അന്വേഷിക്കുന്നത് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്, മുറിയുണ്ടോ, നല്ല ഭക്ഷണ സൗകര്യങ്ങളുണ്ടോ, വാഹന സൗകര്യങ്ങളുണ്ടോ, തൊട്ടടുത്തൊരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ആശുപത്രിയുണ്ടോ എന്നൊക്കെയാണ്. മാത്രമല്ല ചെറിയ ചെറിയ ആശ്രമത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും, ഇപ്പോൾ ആശ്രമത്തിലൊക്കെ ചെന്ന് ആദ്യം കൊടുക്കുന്നത് മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ്, ബൈക്ക്, നല്ല AC മുറി. അപ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഭൗതിക ശരീരത്തിനെ സുഖിപ്പിക്കുന്നതായ വിഷയപദാർത്ഥങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അത് കൊള്ളാം, നല്ല ആശ്രമമാണ്, അവിടെ ചേർന്നേക്കാം, ഇവിടുന്ന് സന്യസിച്ചേക്കാം എന്നാണ് പുതിയ തലമുറയുടേതായ രീതികൾ. അപ്പോൾ അതിന് വേറൊരു മാർഗം പറയുന്നു, അങ്ങനെ ചെയ്യുവാൻ പാടില്ല. ഈ 15-ാം അധ്യായത്തിൽ പ്രധാനമായിട്ടും പറയുന്നു, ഒരു സന്യാസി അവന് പരമ്പരയായി എങ്ങനെയുള്ളതായിരിക്കുന്ന രീതിയെയാണോ അനുവർത്തിക്കുന്നത് അത് തന്നെ അനുവർത്തിക്കണം. ശാസ്ത്രത്തെ വിട്ടുകൊണ്ട് സന്യാസി ഒന്നും ചെയ്യുവാൻ പാടില്ല. വേദങ്ങളിലും ഉപനിഷത്തുകളിലും അതുപോലെ പൂർവ്വസൂരികളായിരിക്കുന്ന ആചാര്യശ്രേഷ്ഠന്മാരും വിധിച്ചിട്ടുള്ളതായിരിക്കുന്ന സമ്പ്രദായത്തെ വിട്ടുകൊണ്ട് അസമ്പ്രദായങ്ങളെ സ്വീകരിച്ചുകൊണ്ട് സന്യാസി ഒരിക്കലും പോകുവാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ അത് കാണുന്നതായ പുതിയ തലമുറ വിചാരിക്കും ഇങ്ങനെയാണ് രീതിയെന്ന് വിചാരിക്കും. അങ്ങനെ മാറ്റിക്കൊണ്ട് പോകുന്നതനുസരിച്ച് പുതിയ പുതിയ സമ്പ്രദായങ്ങളും പുതിയ പുതിയ രീതികളും വരുമ്പോൾ വേദവിഹിതമായിരിക്കുന്ന പ്രമാണത്തെയും ആചാര്യന്മാർ നിശ്ചയിച്ചിട്ടുള്ളതായ ശാസ്ത്രവിധികളെയുമെല്ലാം ലംഘിക്കേണ്ടതായി വരും. അങ്ങനെ വരുമ്പോൾ ച്യുതി സംഭവിക്കും, നാശം വരും. ക്രമേണ ആ സന്യാസധർമ്മം തന്നെ ഇല്ലാതായി തീരും. അങ്ങനെ സന്യാസധർമ്മം ഇല്ലാതായി തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സനാതന ധർമ്മത്തിന് തന്നെ വലിയ നാശത്തിന് കാരണമായി തീരും. അതുകൊണ്ട് എന്തു സംഭവിച്ചാലും ബ്രഹ്മചാരിയോ വാനപ്രസ്ഥനോ ഗൃഹസ്ഥാശ്രമിയോ അവരുടേതായ ധർമ്മത്തിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ വ്യതിചലനമുണ്ടായിക്കഴിഞ്ഞാൽ അവരെ ഉപദേശിക്കുകയും അവരെ ശാസ്ത്രത്തിൻ്റെ മാർഗത്തിലൂടെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുവാനുള്ള ബാധ്യതയുള്ളതായ സന്യാസി ഒരു കാരണവശാലും സ്വധർമ്മത്തെ വെടിയുവാൻ പാടില്ല. മാത്രമല്ല, ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ബ്രഹ്മസൂത്രത്തിൽ പറയുന്നുണ്ട്, ബ്രഹ്മചാരിക്ക് പ്രായശ്ചിത്തം ചെയ്യാം, ഗൃഹസ്ഥാശ്രമിക്ക് പ്രായശ്ചിത്തം ചെയ്യാം, വാനപ്രസ്ഥന് പ്രായശ്ചിത്തം ചെയ്യാം. പക്ഷേ സന്യാസിക്ക് പ്രായശ്ചിത്തം വിധിച്ചിട്ടില്ല. സന്യാസിക്ക് പ്രായശ്ചിത്തം വിധിച്ചിട്ടില്ലാത്തതിനാൽ ഒരു കാരണവശാലും ധർമ്മത്തിൽ നിന്ന് തെറ്റുവാൻ പാടില്ല, പാപം ചെയ്യുവാൻ പാടില്ല. അത് ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ, ഭക്ഷണത്തിൽ, കുടുംബ ബന്ധങ്ങളിൽ, സമൂഹത്തിൽ ജീവിക്കുന്നതിൽ, വേഷഭൂഷാദികളിൽ ഒന്നും സന്യാസി സ്വധർമ്മത്തെ വെടിയുവാൻ പാടില്ല എന്ന് പറയുകയാണ്. അതോടൊപ്പം തന്നെ പ്രധാനമായും മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. ബ്രഹ്മചര്യത്തിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് സന്യസിക്കാം, ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് വേണമെങ്കിൽ സന്യസിക്കാം, വാനപ്രസ്ഥാശ്രമത്തിൽ നിന്ന് വേണമെങ്കിൽ സന്യസിക്കാം. സന്യാസത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് വിഷയവിരക്തിയാണ്. എത്ര വിരജേത് തത്ര പബ്രജേത്, വനാദ്വാ ഗൃഹാദ്വാ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴാണോ നമുക്ക് വിഷയവിരക്തി ഉണ്ടാകുന്നത്, ഈ കുടുംബ ബന്ധങ്ങൾ, ധനധാന്യ സമൃദ്ധികൾ, സമ്പത്ത്, ഇവയിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന വിഷയസുഖങ്ങൾ ക്ഷണികമാണ്, ഇവയൊന്നും ശാശ്വതവുമല്ല എന്നറിഞ്ഞുകൊണ്ടിട്ട് നമ്മൾ അവയെ ഉപേക്ഷിച്ചുകൊണ്ട് ആ വിഷയപദാർത്ഥങ്ങളോട് വിരക്തി ഉണ്ടായി, കുടുംബ ബന്ധങ്ങളോട് വിരക്തി ഉണ്ടായി, സ്ത്രീ, ധനം, ധാന്യം തുടങ്ങിയോട് ഇപ്പം അത് പറയാൻ പറ്റത്തില്ല. പണ്ടൊക്കെ വിരക്തിക്ക് പറയുന്ന സ്രക്ചന്ദനാദി വിഷയഭോഗാനാം, ചന്ദനം, മണം, സ്ത്രീ തുടങ്ങിയിട്ടുള്ളവയെല്ലാം നശിക്കുന്നതാണ്. ഇപ്പം അതൊന്നും പറഞ്ഞാൽ പോരാ. ഇപ്പം നമ്മൾ വീട്, കാറ്, AC, ഫ്ലാറ്റ്, മൊബൈല് ഇങ്ങനെയൊക്കെ കാലത്തിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റി മാറ്റി പറയേണ്ടി വരുന്നു. അവയുമൊക്കെ ആണ് എന്ന്, വിഷയപദാർത്ഥങ്ങളാണ് എന്നറിഞ്ഞുകൊണ്ട് അവയെ പരിത്യജിച്ച് നമുക്ക് സന്യാസം എടുക്കാം. അപ്പം 3 ആശ്രമത്തിൽ നിന്നും നമുക്ക് എപ്പോൾ വേണമെങ്കിലും സന്യസിക്കാം. അങ്ങനെ ക്രമമായിട്ട് സന്യസിക്കുന്നതിന് ക്രമസന്യാസമെന്നും അല്ലാത്തതിന് നമുക്ക് ആ വിരക്തി വന്നിട്ട് വൈരാഗ്യ സന്യാസമെന്നും ഒക്കെ പറയും. അങ്ങനെ സന്യസിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി പിന്നെ തിരിച്ചു പോകുവാൻ പാടില്ല. സന്യാസധർമ്മം സ്വീകരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഗൃഹസ്ഥധർമ്മത്തിലേക്ക് പോകുവാൻ പാടില്ല.
ചിലയിടത്തൊക്കെ പറയും ഞങ്ങളുടെ സമ്പ്രദായത്തിൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് വിവാഹം കഴിക്കാം. എന്നിട്ട് അവർ പറയും സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാതിരിക്കുകയാണോ, ബ്രഹ്മചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിക്കാതിരിക്കുകയാണോ എന്ന് ചില മുട്ടാപ്പോക്ക് ന്യായങ്ങളൊക്കെ പറയാറുണ്ട് നമ്മളോട്. ആയിക്കോട്ടെ, പക്ഷേ ധർമ്മികളായിരിക്കുന്ന സന്യാസിമാർ സന്യാസധർമ്മം സ്വീകരിച്ചതിന് ശേഷം വാനപ്രസ്ഥത്തിലേക്കോ വീണ്ടും തിരിച്ചവർ ഗൃഹസ്ഥാശ്രമത്തിലേക്കോ പോകുവാൻ പാടില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരിക്കൽ ഭക്ഷിച്ചിട്ട് വയറ്റിൽ ചെന്നിട്ട് വീണ്ടും ഛർദ്ദിച്ചതായിരിക്കുന്ന ആ ഛർദ്ദിയെ വീണ്ടും എടുത്ത് ലജ്ജയില്ലാതെ കഴിക്കുന്നതിന് തുല്യമാണ് എന്ന് ഇതിൻ്റെ 15-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ഉറപ്പിച്ചു പറയുകയാണ്. അതുകൊണ്ട് മഹത്തായിരിക്കുന്ന സന്യാസധർമ്മം എല്ലാവർക്കും മാതൃകയായിട്ടിരിക്കേണ്ടതാണ്. സന്യാസധർമ്മത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അനേക ജന്മജന്മാന്തരങ്ങളിലൂടെ നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ ചെയ്തിരിക്കുന്നതായ ആ പുണ്യത്തിലൂടെ കുലം പവിത്രം ജനനീ കൃതാർത്ഥ വസുന്ധര പുണ്യവതീച്ച തേന, അങ്ങനെ ഒരാൾ സന്യാസമെടുത്തതുകൊണ്ട് ആ കുലം പവിത്രമാവുകയും, ഇപ്പോൾ ഹിന്ദുക്കൾക്കതില്ല. ഒരാൾ മറ്റു സമുദായത്തിൽ പോയി ഉസ്താദായാൽ വലിയ ബഹുമാനമാണ്, ക്രിസ്ത്യൻ പുരോഹിതനായാൽ വലിയ പുരോഹിതനാണ്. സന്യാസാശ്രമത്തിൽ ചേരുന്നു എന്ന് പറഞ്ഞാൽ ആൾ നല്ല പയ്യനായിരുന്നു, എന്തോ കുഴപ്പം പറ്റി എന്നാണ് ഹിന്ദുക്കൾ ഇപ്പോൾ വിചാരിക്കുന്നത്. നമ്മുടെ ആ ധാരണ തന്നെ മാറണം. നമ്മൾ ശാസ്ത്രം പഠിക്കണം. നമ്മുടെ മഹത്തായിരിക്കുന്ന വർണ്ണാശ്രമ ധർമ്മങ്ങളുടെ മഹത്വത്തെ നമ്മൾ അറിയണം. അങ്ങനെ സന്യാസാശ്രമത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു കാരണവശാലും നമ്മൾ തിരിച്ചു പോകുവാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. അതോടൊപ്പം തന്നെ പറയുകയാണ്, സന്യാസാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെന്നാണ് പറയുന്നത്. ഒന്നും ചെയ്യാതെ ഇങ്ങനെ ആളുകളൊക്കെ തരുന്ന ദക്ഷിണയൊക്കെ മേടിച്ച് കഴിച്ചങ്ങനെ ഇരുന്നാൽ മതിയോ എന്ന് ചോദിക്കുകയാണ്. എന്താണ്? ഒരു കർമ്മവും സന്യാസിക്ക് പിന്നെ അവശേഷിച്ചിട്ടില്ല. ഇന്ദ്രിയങ്ങളെയെല്ലാം ജയിച്ചവനായിട്ട് മനസ്സിൽ ഭഗവാന്റെ രൂപം ഭക്തന്മാരാണെങ്കിൽ അല്ലെങ്കിൽ വിവേകികളായിരിക്കുന്ന സാധകരാണെങ്കിൽ ആ പരബ്രഹ്മ സ്വരൂപമാണ് ഞാനെന്ന് വിചാരിച്ചുകൊണ്ട് തൻ്റെ കർമ്മേന്ദ്രിയങ്ങളോ മനസ്സോ ബുദ്ധിയോ ഒന്നും വ്യാവഹാരികമായിരിക്കുന്ന വിഷയങ്ങളിലും അവസംബന്ധമായിരിക്കുന്ന പ്രവർത്തനങ്ങളിലും ഒന്നും തൻ്റെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാതെ അടക്കി നിർത്തിക്കൊണ്ട് സർവദാ ആ ഭഗവാനിലും ആ പരബ്രഹ്മ സ്വരൂപമായിരിക്കുന്ന, ഭാഗവതത്തിൽ പറയുന്നു, പരബ്രഹ്മ സ്വരൂപമായിരിക്കുന്ന ഭഗവാനിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുക. ബാക്കി എല്ലാ ധർമ്മങ്ങളെയും ഭഗവാൻ നോക്കിക്കൊള്ളും. അവർക്ക് വേണ്ടതായിരിക്കുന്നതെല്ലാം അവരുടെ ശരീരം ഇരിക്കുന്ന അത്രയും കാലം വേണ്ടതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. സന്യാസി പ്രത്യേകമായിരിക്കുന്ന ഒരു ധർമ്മത്തെയും അനുഷ്ഠിക്കേണ്ട. അങ്ങനെ ഏതെങ്കിലും ധർമ്മം കർമ്മം അനുഷ്ഠിക്കുവാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ കർമ്മങ്ങളെല്ലാം ക്ഷയിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നം ചെയ്യുന്ന സന്യാസി വീണ്ടും കർമ്മത്തിൻ്റെ ഫലമായിട്ട് പുണ്യപാപങ്ങൾ ഉണ്ടാവുകയും ആ പുണ്യപാപങ്ങൾക്കനുസൃതമായിരിക്കുന്ന സംസ്കാരം ഉണ്ടാവുകയും ആ സംസ്കാരത്തിൻ്റെ ശക്തി കൊണ്ട് വീണ്ടും ചിലപ്പോൾ അധപ്പതിക്കുവാനിടയാകും. അതുകൊണ്ട് സന്യാസിയുടെ ധർമ്മമെന്ന് പറയുന്നത് അധ്യാത്മ വിഷയത്തെ വിചിന്തനം ചെയ്തുകൊണ്ട് ഭഗവത് സ്വരൂപത്തെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഏകാഗ്രതയോടുകൂടി പരമമായിരിക്കുന്ന ആനന്ദ സ്വരൂപമാണ് ഞാനെന്ന് സദാ വിചാരം ചെയ്തുകൊണ്ടിരിക്കുക മാത്രം ചെയ്താൽ മതി, മറ്റൊന്നും ചെയ്യണ്ട എന്ന് ഇതിൻ്റെ അകത്ത് നാരദ മഹർഷിയോട് സംവാദത്തിൽ പ്രഹ്ലാദനും ഒരു മുനിയുമായിട്ട് നടക്കുന്നതായ സംവാദത്തിലൂടെ എതിർച്ചയാ കിട്ടുന്നത് കൊണ്ട് എതിർച്ചയാ ലാഭസന്തുഷ്ടനായിട്ട് ആ പെരുമ്പാമ്പിനെ പോലെ ജീവിക്കുക എന്നുള്ള ഉപദേശങ്ങളും ആണ് ഇതിൽ പ്രസ്താവിക്കുന്നത്. അതിനുശേഷം എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുവാൻ കഴിയുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും ഈ അധ്യായത്തിൻ്റെ അവസാനം വിചിന്തനം ചെയ്യുന്നുണ്ട്. ഓങ്കാരത്തെ പറ്റിയിട്ട് വിചിന്തനം ചെയ്യുന്നുണ്ട്. സദാ ഓങ്കാരത്തിൽ മനസ്സിനെ ശ്രദ്ധിക്കുക. അകാര ഉകാര മകാരാദികളായിരിക്കുന്ന വർണ്ണങ്ങളെ വേർതിരിച്ചുകൊണ്ട് അതിൽ നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുകയും അതുപോലെ നമ്മുടെ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ തുടങ്ങിയിരിക്കുന്നതായ പ്രാണനെ നമ്മൾ ബന്ധിച്ചുകൊണ്ടും
നമുക്ക് സാധിക്കുന്നതായ ഏതെങ്കിലും ഒരു മാർഗത്തെ, ഭക്തി ജ്ഞാനമാർഗമോ കർമ്മമാർഗമോ ഉപാസനാ മാർഗമോ ഏതാണോ നമ്മുടെ ശരീരത്തിന് ഉചിതമായിട്ടിരിക്കുന്നത് ആ മാർഗത്തിലുള്ളതായിരിക്കുന്ന സാധന അനുഷ്ഠിക്കുക. എല്ലാ മനുഷ്യർക്കും എല്ലാ സാധനയും അവരുടെ സംസ്കാരം കൊണ്ട് അനുഷ്ഠിക്കുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഘടന അനുസരിച്ചിട്ടും എല്ലാ സാധനയും എല്ലാവർക്കും അനുഷ്ഠിക്കുവാൻ സാധിക്കുകയില്ല. അതുപോലെ നമ്മൾ ജനിച്ച വർണ്ണാശ്രമ ഭേദം അനുസരിച്ചിട്ടും എല്ലാവർക്കും എല്ലാ മാർഗവും അനുഷ്ഠിക്കുവാൻ സാധിക്കുകയില്ല. അപ്പം നമുക്ക് ഏറ്റവും ഉചിതമായിട്ട് കിട്ടുന്ന, ഗുരുമുഖത്തു നിന്ന് ഉപദേശിച്ച് കിട്ടുന്ന ഏറ്റവും നല്ല മാർഗത്തെ, ഏറ്റവും നല്ല സാധനാ മാർഗത്തെ നമ്മൾ സ്വീകരിക്കുകയും അതിലൂടെ നമ്മുടെ ആ ഇന്ദ്രിയങ്ങളെ, മനസ്സിനെയും ബുദ്ധിയെയും എല്ലാം അടക്കി ആ വിഷയങ്ങളിലേക്ക് പോകുന്ന, വിഷയങ്ങളുടെ പിന്നാലെ പോകുന്ന ഇന്ദ്രിയങ്ങളെ എല്ലാം നമ്മൾ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ ആ മനസ്സിനെ ശുദ്ധമാക്കി നിർമ്മലമാക്കണം എന്ന് പറയുകയും അതോടൊപ്പം കഠോപനിഷത്തിലൊക്കെ പറയുന്നതായിരിക്കുന്ന സമാനമായിരിക്കുന്ന ഒരു രഥകൽപ്പന ഈ ഭാഗവതത്തിൻ്റെ അവസാന ഭാഗത്തും സാധകന് ഈ ശരീരം ഒരു രഥമാണെന്നും അതിലെ ഇന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും മനസ്സിനെയുമൊക്കെ ഓരോരോ അവയവങ്ങളൊക്കെ ആയിട്ടും സങ്കല്പിച്ചുകൊണ്ടുള്ള ഒരു രഥകൽപ്പനയും ഇതിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ സാരമായിട്ട് അവസാനം പറയുന്നു, വർണ്ണാശ്രമധർമ്മങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് സ്വധർമ്മ അനുഷ്ഠാനത്തിലൂടെ മനസ്സിൻ്റെ ശുദ്ധി ഉണ്ടാകുവാൻ വേണ്ടിയിട്ട്. ചിത്തശുദ്ധയെ കർമ്മ നതു വസ്തൂപലബ്ധേ. ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് സകല കർമ്മങ്ങളും വിധിച്ചിരിക്കുന്നത്. അത് സ്വധർമ്മത്തെ വിഹിതമായിരിക്കുന്ന രീതിയിലൂടെ അനുഷ്ഠിക്കുന്നത് വഴി ചിത്തശുദ്ധിയും, അതുവഴി നമുക്ക് ഭക്തിയും, അതുവഴി നമുക്ക് വിഷയവിരക്തിയും, അതുവഴി നമുക്ക് മോക്ഷേച്ഛയും, ആ മോക്ഷേച്ഛയിലൂടെ നമുക്ക് അറിവും സമ്പാദിച്ച് പരമമായിരിക്കുന്ന ആനന്ദാനുഭൂതി കൈവരിക്കുവാൻ നമുക്ക് ഇത് സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. വളരെ വിശദമായിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ ഏറ്റവും ഹ്രസ്വമായിരിക്കുന്ന രൂപം മാത്രമാണ് ഇവിടെ പറയുവാൻ കഴിഞ്ഞത് എന്ന് വളരെ ഖേദപൂർവം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള അടിസ്ഥാന ഘടകങ്ങളാണ്. ഇതിനെ വിട്ടുകളഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ഒരു ഉയർച്ചയില്ല. അതുകൊണ്ട് എല്ലാവരും നിത്യാനുഷ്ഠാനമായിട്ട് ജീവിതത്തിൽ ഇതെല്ലാം പഠിച്ച് അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ചെയ്യണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഭഗവാന്റെ തിരുസന്നിധിയിൽ പൂജ്യപാദരൻ ആയിരിക്കുന്ന സ്വാമിജി ബഹുമാനന്ദ സ്വാമിജി തൃപ്പാദങ്ങളുടെ ഈ സവിധത്തിലെത്തി ഭക്തന്മാരായിരിക്കുന്ന നിങ്ങളെ കാണുവാനും ഭഗവാൻ നിരൂപിച്ചിരിക്കുന്നതായി വർണ്ണാശ്രമ ധർമ്മങ്ങളെ പറ്റി ഒന്ന് ഓർക്കുവാനും കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവരും ഉറക്കെ നാമം ചൊല്ലുക. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം തത്സത്. ശ്രീ ഗുരുഭ്യോ നമഃ.